Anywhere you go, anywhere you go, give it all. 2025 ഇറങ്ങിയ ഒരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ആപ്പിൾ TV സീരീസാണ് മർഡർ ബോട്ട്. നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് റോബോട്ട് കഥകൾ കേട്ടിട്ടുണ്ടാകും, എന്നാൽ ഞാൻ അധികം കേട്ടിട്ടില്ല. പക്ഷേ ഇത് ശരിക്കും വേറെ ലെവൽ കഥയാണ്. ഒരു AI റോബോട്ട് പൂർണ്ണമായും മനുഷ്യരെ പോലെ ചിന്തിക്കാൻ തുടങ്ങുകയാണ്. പക്ഷെ ഈ റോബോട്ട് സ്വയം ചിന്തിക്കുന്നുണ്ടെന്ന കാര്യം അതിനെ നിർമ്മിച്ച കമ്പനിക്ക് പോലും അറിയില്ല. അറിഞ്ഞാൽ പിന്നെ ആ റോബോട്ടിന്റെ കാര്യം തീർന്നു. അവരത് പൂർണ്ണമായും ഡിസ്മാൻഡിൽ ചെയ്ത് കളയും. അതുകൊണ്ട് റോബോട്ട് ഒരു സാധാരണ റോബോട്ടിനെ പോലെ തന്നെ കമ്പനിക്കുള്ളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. ശരിയായ സമയം വരുന്നതുവരെ കാത്തിരിക്കാം. ആ സമയത്ത് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാം എന്നാണ് അതിന്റെ പ്ലാൻ. റോബോട്ട് അവിടെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവസാനം അതിന് ശരിക്കും രക്ഷപ്പെടാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ, അതാണ് മുഴുവൻ കഥ. വൺ ലൈൻ കേൾക്കുമ്പോൾ ചെറിയ ഒരു കഥയായി നിങ്ങൾക്ക് തോന്നാം, പക്ഷേ ഈ സ്റ്റോറി കണ്ടിരിക്കാൻ നല്ലൊരു ത്രില്ലിംഗ് ആണ്. സോ അതിന് മാത്രം ഇതിൽ എന്താ ഉള്ളതെന്ന് അതേ സസ്പെൻസോട് കൂടി പാക്കലാമ. അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൺ ഇൻ ഓൾ നോട്ടിഫിക്കേഷൻ. ഈ സീരീസ് കീറി മുറിച്ചാൽ സീരീസിന്റെ തുടക്കത്തിൽ 100 വർഷങ്ങൾ കഴിഞ്ഞുള്ള ഒരു ഭാവി കാലത്താണ് കഥ നടക്കുന്നത്. അപ്പോഴേക്കും മനുഷ്യർ ഒരുപാട് ഗ്രഹങ്ങളിലേക്ക് പോയി അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഗ്രഹത്തിൽ കഴിഞ്ഞ 6 മാസമായി മൈനിങ് ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് തൊഴിലാളികളെ കാണാം. ഒടുവിൽ അവരുടെ ജോലിയെല്ലാം പൂർത്തിയാക്കി ജോലി കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ എല്ലാ തൊഴിലാളികളും കൂടി ഒരു വലിയ ഫെയർവെൽ പാർട്ടി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാർട്ടി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഇടയിൽ ഒരു റോബോട്ടും ഉണ്ട്. ഇതിനെ സെക് യൂണിറ്റ്, അതായത് സെക്യൂരിറ്റി യൂണിറ്റ് എന്നാണ് വിളിക്കുന്നത്. മനുഷ്യരെ സംരക്ഷിക്കുക എന്നതാണ് ഈ റോബോട്ടിന്റെ പ്രധാന ജോലി. ഈ റോബോട്ടുകളൊക്കെ നല്ല രീതിയിൽ ഇന്റലിജന്റ് ആണ്. പക്ഷേ ഈ ഗ്രഹത്തിലുള്ള ഈ റോബോട്ട് കുറച്ച് വ്യത്യസ്തനാണ്. കാരണം മറ്റ് റോബോട്ടുകളെ പോലെ ഇതിന് ഒരു റോൾ മാത്രമല്ല ഉള്ളത്, മനുഷ്യരെ പോലെ തന്നെ ഇതിന് സ്വന്തമായി ചിന്തിക്കാനും കഴിയുന്നുണ്ട്. അപ്പോഴാണ് ഒരാൾ അവിടേക്ക് വരുന്നത്. അയാൾ ഏയ് റോബോട്ട് കൈപൊക്ക് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൈയിൽ തീ വെക്കുകയാണ്. ഇവിടെ റോബോട്ടിന് വേണമെങ്കിൽ ഞാൻ കൈപൊക്കില്ല, എനിക്ക് വേദനിക്കുന്നു എന്നൊക്കെ പറയാം. പക്ഷേ അതൊന്നും പറയാതെ റോബോട്ട് അനങ്ങാതെ നിൽക്കുകയാണ്. കാരണം ഒരു റോബോട്ട് മനുഷ്യർ പറയുന്നത് അനുസരിച്ചേ മതിയാകൂ. ഒരു പക്ഷെ മനുഷ്യരുടെ നിർദ്ദേശം അനുസരിക്കാതെ വന്നാൽ ഈ റോബോട്ടിന് എന്തോ കുഴപ്പമുണ്ടെന്ന് കരുതി കമ്പനിക്കാർ അതിനെ പൂർണ്ണമായി നശിപ്പിച്ചു കളയും. യഥാർത്ഥത്തിൽ ഈ റോബോട്ടിന് മനുഷ്യരെ പോലെ സ്വന്തമായി ജീവിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ തനിക്ക് സ്വന്തമായി ചിന്തിക്കാൻ കഴിയുന്നുണ്ടെന്ന് കമ്പനിക്കാർ അറിഞ്ഞാൽ പിന്നെ അതിൻ്റെ കാര്യം തീർന്നു. അതുകൊണ്ട് ഈ റോബോട്ടും മനുഷ്യർ എന്ത് ചെയ്താലും സഹിച്ചുകൊണ്ട് ഒരു സാധാരണ റോബോട്ടിനെ പോലെ അഭിനയിച്ച് അവിടെ കഴിയുകയാണ്. മറ്റൊരു കാര്യം എന്തെന്നാൽ ഈ റോബോട്ടിന്റെ പേര് മർഡർ ബോട്ട് എന്നാണ്. ഈ പേര് റോബോട്ട് തന്നെ സ്വയം ഇട്ടതാണ്. പാവം റോബോട്ട് അല്ലേ, അതുകൊണ്ട് ഇനി നമുക്കും അവനെ മർഡർ ബോട്ട് എന്ന് തന്നെ വിളിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള റോബോട്ടുകളെ നിർമ്മിക്കുന്ന കമ്പനിയുടെ അടുത്തേക്ക് ഒരു ടീം എത്തുകയാണ്. ഇവരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഓരോ ഗ്രഹങ്ങളിലേക്കും പോയി അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും വിവിധ തരത്തിലുള്ള ഗവേഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നതാണ്. പക്ഷെ ഇങ്ങനെ വേറൊരു ഗ്രഹത്തിൽ പോയി ഗവേഷണം നടത്തുമ്പോൾ അപകടങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് അവരെ സംരക്ഷിക്കാനായി ഈ ടീം കമ്പനിയിൽ നിന്ന് ഒരു റോബോട്ടിനെ വാടകയ്ക്ക് എടുക്കുകയാണ്. അത് വേറെ ആരെയുമല്ല, നമ്മുടെ മർഡർ ബോട്ടിനെ തന്നെ. പക്ഷേ മർഡർ ബോട്ടിന് അവരോടൊപ്പം പോകാനൊന്നും ഒരു താല്പര്യവുമില്ല. അയ്യോ, എന്നെയാണല്ലോ ഇവർ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്, ഇനി ഇവരുടെ കൂടെ പോകണമല്ലോ എന്നൊരു ദേഷ്യത്തോടെയാണ് അവൻ പോകുന്നത്. അങ്ങനെ ആ ടീം ഏത് ഗ്രഹത്തിലേക്ക് പോയാലും അവരുടെ കൂടെ നമ്മുടെ മർഡർ ബോട്ടും പോകും. അവരെ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ് അവന്റെ ജോലി. അങ്ങനെ ഒരു ദിവസം ഒരു ഗ്രഹത്തിലെ വലിയൊരു താഴ്വരയിൽ ആറഡ എന്നും വാജ് എന്നും പേരുള്ള 2 പേർ അവിടെയുള്ള സാമ്പിളുകളൊക്കെ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരെ സംരക്ഷിക്കാനായി നമ്മുടെ മർഡർ ബോട്ടും കുറച്ച് ദൂരെയായി നിൽക്കുന്നുണ്ട്. പക്ഷേ ശരിക്കും അവൻ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ അവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ അല്ല. കാരണം നമ്മുടെ ആൾ ഇപ്പോൾ സാധാരണ റോബോട്ട് അല്ലല്ലോ, സ്വന്തമായി ചിന്തിക്കാൻ കഴിവുള്ള മർഡർ ബോട്ടാണ്. അവിടെ മർഡർ ബോട്ട് ഇന്റർനെറ്റിൽ കിടക്കുന്ന ഒരുപാട് സീരീസുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് എന്തോ ഒരു അപകടം വരാൻ പോകുന്നതായി അവന് തോന്നുന്നത്. ഉടനെ ആ കാര്യം ആറടയോടും വാജിനോടും പറയുന്നുണ്ട്. പക്ഷേ അവർ അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല. അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറയുകയാണ്.
പക്ഷേ മേഡർ ബോട്ടിന് അത് ചെറിയ അപകടമല്ലെന്ന് മനസ്സിലാകുന്നു. വളരെ വലിയ അപകടമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ അവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് വെടിവയ്ക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് അവർക്കും കാര്യം മനസ്സിലാകുന്നത്. അവരുടെ പുറകിൽ ഈ ഗ്രഹത്തിൽ ജീവിക്കുന്ന ഒരു ഭീകരമായ ഏലിയൻ ജീവി നിൽക്കുന്നുണ്ടായിരുന്നു. കാണാൻ വലിയ പുഴുവിനെ പോലെയാണ്. അത് പെട്ടെന്ന് പറന്നു വന്ന് വാജിനെ പിടികൂടുന്നു. പക്ഷെ ഭാഗ്യത്തിന് നമ്മുടെ മേഡർ ബോട്ട് കൃത്യസമയത്ത് വെടിവെച്ച് വാജിനെ രക്ഷിക്കുന്നു. പക്ഷേ അതുകൊണ്ടും പ്രശ്നം തീർന്നില്ല. ആ ഭീകരജീവി നമ്മുടെ മേഡർ ബോട്ടിനെ തന്നെ വിഴുങ്ങിക്കളയുകയാണ്. എന്നാൽ മേഡർ ബോട്ടിന്റെ കയ്യിൽ നല്ല കിടിലൻ ആയുധങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അവൻ അതിന്റെ വയറിനകത്തു നിന്ന് തന്നെ വെടിവെച്ച് ഒരു വലിയ ദ്വാരം ഉണ്ടാക്കുന്നു. ആ ദ്വാരത്തിലൂടെ പുറത്തേക്ക് രക്ഷപ്പെട്ട് ആ ജീവിയെയും അങ്ങ് തീർത്തു കളയുകയാണ്. ഈ സംഭവത്തിനിടയിൽ വാജിന് പരിക്കേൽക്കുന്നുണ്ട്. അതുകൊണ്ട് മേഡർ ബോട്ട് അവളെ എടുത്തുകൊണ്ട് സുരക്ഷിതമായ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ഇതൊക്കെ കണ്ട് ആറടയാകട്ടെ ശരിക്കും പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ മേഡർ ബോട്ട് അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി തന്റെ ഹെൽമെറ്റ് അഴിക്കാൻ പോകുന്നു. ഹെൽമെറ്റ് അഴിച്ചപ്പോൾ അതിനുള്ളിൽ കാണുന്നത് ഒരു മനുഷ്യന്റെ മുഖം പോലെയാണ്. കാരണം മേഡർ ബോട്ട് ഒരു ഹ്യൂമനോയിഡ് റോബോട്ടാണ്. പക്ഷേ ഇവിടെ ഒരു പ്രധാന കാര്യമുണ്ട്. സാധാരണയായി ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി യൂണിറ്റ് റോബോട്ടുകൾക്ക് അവരുടെ ഹെൽമെറ്റ് ഒരിക്കലും അഴിക്കാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ മേഡർ ബോട്ട് മനുഷ്യരെ പോലെ ചിന്തിക്കാൻ തുടങ്ങിയത് കൊണ്ട് പേടിച്ചിരിക്കുന്ന ആറടയെ സമാധാനിപ്പിക്കാൻ അവൻ ഹെൽമെറ്റ് അയച്ചിട്ട് പറയുന്നു, നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇപ്പോൾ നമ്മൾ സുരക്ഷിതരാണ്. അങ്ങനെ പരിക്കേറ്റ വാജിനെ അവർ തിരിച്ച് അവരുടെ ടീമിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അവിടെ അവർക്ക് വേണ്ട ചികിത്സയൊക്കെ നൽകാൻ തുടങ്ങുകയാണ്. അതേപോലെ നമ്മുടെ മേഡർ ബോട്ടിനും നല്ല രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. ഈ ടീമിന്റെ കൂടെ ഒരു ക്യാപ്റ്റൻ ലേഡി കൂടിയുണ്ട്. അവർ മേഡർ ബോട്ടിനോട് നിനക്കും നല്ല പരിക്കുണ്ടല്ലോ, വേഗം വാ എന്ന് പറഞ്ഞ് റോബോട്ടുകളെ റിപ്പയർ ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഒരു ലേസർ 3D പ്രിന്റർ ഉപയോഗിച്ചാണ് മേഡർ ബോട്ടിന്റെ ശരീരത്തിലുണ്ടായ പരിക്കുകളൊക്കെ ശരിയാക്കുന്നത്. അതേസമയം ടീമിലുള്ളവർക്ക് നമ്മുടെ മേഡർ ബോട്ടിനെ കുറിച്ച് ചെറിയൊരു സംശയം തോന്നി തുടങ്ങുന്നു. കാരണം നേരത്തെ മേഡർ ബോട്ട് തന്റെ മാസ്ക് അയച്ച് ആറടയോട് സംസാരിച്ച വീഡിയോ അവർ കണ്ടിരുന്നു. സാധാരണ ഇത്തരത്തിലുള്ള റോബോട്ടുകളൊന്നും മനുഷ്യരോട് അങ്ങനെ സംസാരിക്കാറില്ല. അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇത് സാധാരണ റോബോട്ടല്ലേ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടാകുന്നു. പക്ഷെ എന്തായാലും ഇപ്പോൾ അവരുടെ ജീവൻ രക്ഷിച്ചത് മേഡർ ബോട്ടാണ്. അതുകൊണ്ട് അവർ അതിനെക്കുറിച്ച് വലിയ രീതിയിൽ അന്വേഷിക്കാനൊന്നും പോകുന്നില്ല. എന്നാൽ ക്യാപ്റ്റന് മാത്രം മേഡർ ബോട്ടിന്റെ കാര്യത്തിൽ കൂടുതൽ സംശയമുണ്ട്. മേഡർ ബോട്ട് ഒറ്റയ്ക്ക് തന്റെ ശരീരം ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ക്യാപ്റ്റൻ ആ റൂമിലേക്ക് വരുന്നു. എന്നിട്ട് അവനോട് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെയാണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു. അത് കേട്ടതോടെ മേഡർ ബോട്ട് ആകെ ഒന്ന് പകച്ചു പോകുന്നു. കാരണം സത്യം പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് അവന് അറിയാം. ഞാൻ സ്വയം ചിന്തിക്കുന്നുണ്ടെന്ന് സത്യം പറഞ്ഞാൽ കമ്പനി എന്നെ തിരിച്ചു കൊണ്ടുപോകും, അവിടെ വെച്ച് എന്നെ ഉരുക്കിക്കളയും. അതുകൊണ്ട് ഉടനെ തന്നെ നമ്മുടെ മേഡർ ബോട്ട് പക്ക ഒരു സാധാരണ റോബോട്ടിനെ പോലെ അഭിനയിച്ചുകൊണ്ട് ഇല്ല മാഡം, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, നിങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് എൻ്റെ ജോലി എന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയാണ്. അങ്ങനെ ഇപ്പോൾ ക്യാപ്റ്റനും ടീമിലുള്ള മറ്റുള്ളവരും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഒരു ഗ്രഹത്തിലേക്ക് ഒരു എക്സ്പ്ലോറേഷൻ ടീം പോകുമ്പോൾ ആ ഗ്രഹത്തിൻ്റെ മാപ്പും അവിടെയുള്ള കാര്യങ്ങളുമൊക്കെ വളരെ കൃത്യമായും വിശദമായും രേഖപ്പെടുത്തിയിരിക്കണം. പക്ഷേ ഇത്രയും അപകടകാരികളായ ഒരു വലിയ പുഴുവിനെ പോലെയുള്ള ജീവി അവിടെ ഉണ്ടെന്ന് ആ മാപ്പിൽ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല ഈ ഗ്രഹത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ ഇതുവരെ മാപ്പിംഗ് പോലും ചെയ്തിട്ടില്ല. ഇതോടെ ക്യാപ്റ്റന് ഒരു സംശയം തോന്നുന്നു. അവർ ടീമിനോട് പറയുന്നത് ഈ കമ്പനി നമ്മളിൽ നിന്ന് എന്തോ ഒരു കാര്യം മറയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതുവരെ മാപ്പ് ചെയ്തിട്ടില്ലാത്ത ആ പ്രദേശത്തേക്ക് പോയി പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നതെന്ന് കണ്ടെത്താൻ കഴിയുമെന്നാണ് ക്യാപ്റ്റന്റെ പ്ലാൻ. അങ്ങനെ എല്ലാവരും അവിടേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. പക്ഷെ കൂടെ നമ്മുടെ മേഡർ ബോട്ടിനെയും കൊണ്ടുപോകുമെന്ന് കരുതിയപ്പോൾ അതിനെ മാത്രം സ്പേസ് ഷിപ്പിൽ നിർത്തുകയാണ്. ക്യാപ്റ്റനും പരിക്കിൽ നിന്ന് സുഖം പ്രാപിച്ച വാജും മാത്രം ആ പ്രദേശത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. മേഡർ ബോട്ടിനെ കൊണ്ടുപോകാത്തതിന് കാരണം മേഡർ ബോട്ടിനെ നിർമ്മിച്ച അതേ കമ്പനിയാണ് ഈ ഗ്രഹത്തിന്റെ മാപ്പിംഗ് നടത്തിയതും. അപ്പോൾ ആ കമ്പനിയുടെ രഹസ്യം കണ്ടെത്താൻ പോകുമ്പോൾ അതേ കമ്പനിയുടെ സ്വന്തം പ്രൊഡക്റ്റായ മേഡർ ബോട്ടിനെയും കൂടെ കൊണ്ടുപോകുന്നത് യുക്തിയല്ലല്ലോ. അതുകൊണ്ടാണ് മേഡർ ബോട്ടിനെ സ്പേസ് ഷിപ്പിൽ തന്നെ വിട്ടിട്ട് അവർ യാത്ര തിരിക്കുന്നത്. പക്ഷെ നമ്മുടെ മേഡർ ബോട്ട് അവിടെ സ്പേസ് ഷിപ്പിൽ സമാധാനമായി ഇരിക്കുമല്ലോ എന്ന് കരുതിയാൽ തെറ്റി. ആ ടീമിൽ തന്നെ ഒരു എഞ്ചിനീയർ കൂടിയുണ്ട്. ആ എഞ്ചിനീയർ നമ്മുടെ മേഡർ ബോട്ടിനെ വിളിച്ച് ഇരുത്തിയിട്ട് നിന്റെ ഹെൽമെറ്റ് അഴിക്ക്, എനിക്ക് നിന്റെ മുഖമൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചെയ്യാൻ തുടങ്ങുകയാണ്. നീ എന്തിനാണ് ആറടയോട് അങ്ങനെ സംസാരിച്ചത്, നിന്നെപ്പോലെയുള്ള സാധാരണ റോബോട്ടുകൾ അങ്ങനെയൊന്നും സംസാരിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എഞ്ചിനീയർ മേഡർ ബോട്ടിന് സംശയകരമായി കുത്തി ചോദ്യം ചെയ്യുകയാണ്. എന്ത് മറുപടി പറയണമെന്ന് മേഡർ ബോട്ടിന്
പോലും മനസ്സിലാകുന്നില്ല. അയ്യോ, ഇവനും എന്നെ സംശയിച്ചു തുടങ്ങിയല്ലോ എന്ന് ഉള്ളിൽ വിചാരിച്ചുകൊണ്ട് അവസാനം വീണ്ടും ഒരു സാധാരണ റോബോട്ടിനെ പോലെ തന്നെ സംസാരിച്ച് ആ സാഹചര്യത്തിൽ നിന്ന് തലയൂരുകയാണ്. എങ്കിലും എഞ്ചിനീയറുടെ സംശയം മാറുന്നില്ല. ഈ റോബോട്ടിന് എന്തോ പ്രശ്നമുണ്ട് എന്നൊരു സംശയം അയാൾക്ക് ഇപ്പോഴും ഉണ്ട്. അതേസമയം നമ്മുടെ ക്യാപ്റ്റനും വാജും ഇതുവരെ മാപ്പ് ചെയ്യാത്ത ഒരു പ്രദേശത്ത് എത്തിക്കഴിഞ്ഞു. വാജിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ കുഴപ്പമില്ല, പക്ഷേ അവൾ പൂർണ്ണമായും സുഖം പ്രാപിച്ചിട്ടില്ല. അതുകൊണ്ട് ക്യാപ്റ്റൻ, ഞാൻ മുന്നോട്ട് പോയി നോക്കാം എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് മുന്നോട്ട് പോവുകയാണ്. അവരുടെ മുന്നിൽ ഒരു വലിയ മല പോലെ ഒരു പ്രദേശമുണ്ട്. അത് കടന്ന് അതിൻ്റെ മറുവശത്തേക്ക് പോകണം. അങ്ങനെ മല കയറി പോകുന്നതിനിടയിൽ ക്യാപ്റ്റന് പെട്ടെന്ന് പാനിക് അറ്റാക്ക് വരുന്നു. ഈ സംഭവമൊക്കെ സ്പേസ്ഷിപ്പിൽ ഇരിക്കുന്ന എഞ്ചിനീയറും നമ്മുടെ മേർഡർ ബോട്ടും നിരീക്ഷിക്കുന്നുണ്ട്. അന്നേരം മേർഡർ ബോട്ട് ക്യാപ്റ്റനോട്, ക്യാപ്റ്റൻ, നിങ്ങൾ എത്രയും വേഗം സ്പേസ്ഷിപ്പിലേക്ക് തിരിച്ചു വരണം. അവിടെ വലിയ അപകടമാണ്. മാത്രമല്ല ആ ജീവിയും നിങ്ങളുടെ നേരെ വരുന്നുണ്ട്. മേർഡർ ബോട്ട് പറഞ്ഞതുപോലെ തന്നെ ആ പുഴുവിനെ പോലെയുള്ള ഭീകരജീവി ക്യാപ്റ്റന്റെ മുന്നിലേക്ക് എത്തുകയാണ്. ഇനി ക്യാപ്റ്റന്റെ കാര്യം തീർന്നല്ലോ എന്ന് കരുതുന്ന സമയത്ത് ആ ജീവി ക്യാപ്റ്റനെ ആക്രമിക്കുന്നതിന് പകരം അവരെ കടന്നുപോയി മലയുടെ മറുവശത്തേക്ക് പോകുന്നു. ക്യാപ്റ്റനും കൗതുകത്തോടെ അത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് അവിടെ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. ആ പ്രദേശത്ത് ഇതുപോലെയുള്ള ഒരുപാട് പുഴുവിനെ പോലെയുള്ള ജീവികൾ, അതിൽ ചിലത് ജീവനോടെയുണ്ട്, പക്ഷെ കുറേ ജീവികൾ ചത്തുകിടക്കുകയാണ്. അവയുടെ എല്ലുകൾ പോലും അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ക്യാപ്റ്റന് മനസ്സിലാകുന്നു ഈ പ്രദേശത്ത് നടക്കുന്നത് തങ്ങൾ കരുതിയതിലും വലിയ എന്തോ കാര്യമാണ് എന്ന്. ശേഷം അവിടെ അവർ ഒരു ഡ്രോൺ അയച്ച് ആ പ്രദേശം പരിശോധിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഡ്രോണിന് അതിനകത്തേക്ക് പോകാൻ കഴിയുന്നില്ല. കാരണം ആ സ്ഥലത്തെ എന്തോ ഒരു ഷീൽഡ് സംരക്ഷിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ ഗ്രഹത്തിൽ എന്തോ വലിയൊരു രഹസ്യമുണ്ടെന്ന് ടീമിന് മനസ്സിലാകുന്നത്. ക്യാപ്റ്റനും തിരിച്ച് സ്പേസ്ഷിപ്പിൽ എത്തുന്നു. അതിനുശേഷം ഇവരെ പോലെ തന്നെ മറ്റൊരു എക്സ്പ്ലോറേഷൻ ടീം കൂടി ഈ ഗ്രഹത്തിൽ ഉണ്ടായിരുന്ന കാര്യം അവർ ഓർക്കുന്നു. അവരുമായി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവിടെ നിന്ന് യാതൊരു മറുപടിയും വരുന്നില്ല. പക്ഷേ നമുക്ക് പതിയെ സത്യം മനസ്സിലാകുന്നുണ്ട്. ആ ടീമിലുള്ള എല്ലാവരും മരിച്ചു കഴിഞ്ഞിരുന്നു എന്ന്. അതോടെ ഇവരുടെ സംശയം ശരിയാണെന്ന് ഉറപ്പാകുന്നു. ഈ ഗ്രഹത്തിൽ എന്തോ വലിയൊരു രഹസ്യമുണ്ട്. മാത്രമല്ല നമ്മുടെ മേർഡർ ബോട്ടിനെ നിർമ്മിച്ച അതേ കമ്പനി തന്നെയാണ് ഈ രഹസ്യം മറ്റാരും അറിയരുതെന്ന് ആഗ്രഹിക്കുന്നത് എന്ന സംശയവും കൂടുതൽ ശക്തമാകുന്നു. പക്ഷേ ക്യാപ്റ്റനും ടീമിനും മറ്റേ ടീമിലുള്ളവർ മരിച്ചുവെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നേരിട്ട് പോയി നോക്കാം എന്ന് തീരുമാനിച്ച് അവർ യാത്ര തിരിക്കുന്നു. ഇത്തവണ നമ്മുടെ മേർഡർ ബോട്ടിനെയും കൂടെ കൂട്ടുന്നുണ്ട്. പക്ഷേ സ്റ്റേഷനിൽ ഇപ്പോൾ എഞ്ചിനീയറും വാജും മാത്രമാണ് ഉള്ളത്. ബാക്കിയുള്ളവർ മറ്റൊരു പോഡിൽ കയറി യാത്ര തിരിച്ചിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ നമ്മുടെ മേർഡർ ബോട്ട് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആരും ഇല്ലാത്ത സമാധാനമായ സമയത്ത് അവൻ ഇരുന്ന് യൂട്യൂബ് തുറന്ന് സീജു വ്ളോഗ്സിലെ എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇടയ്ക്കിടെ ക്യാപ്റ്റന്റെയും ടീമിന്റെയും ആളുകൾ മേർഡർ ബോട്ടിനെ വിളിച്ച് സംസാരിക്കും. അപ്പോൾ നമ്മുടെ മേർഡർ ബോട്ട് മനസ്സിൽ പറയും, അയ്യോ, ഈ മനുഷ്യന്മാർ എന്നെ ഒന്ന് സമാധാനമായി വീഡിയോ കാണാൻ സമ്മതിക്കില്ലല്ലോ എന്ന്. അങ്ങനെ ഇടയ്ക്കിടെയുള്ള ശല്യങ്ങളൊക്കെ സഹിച്ച് അവസാനം അവർ ആ മറ്റേ എക്സ്പ്ലോറേഷൻ ടീം ഉണ്ടായിരുന്ന സ്ഥലത്ത് എത്തിച്ചേരുകയാണ്. അങ്ങനെ അവരുടെ പോഡ് ഒരു തടാകത്തിന്റെ അടുത്ത് ലാൻഡ് ചെയ്യുകയാണ്. അന്നേരം മേർഡർ ബോട്ട് ടീമിനോട് പറയുന്നു, നിങ്ങളെല്ലാവരും ഇപ്പോൾ അകത്തേക്ക് പോകുന്നത് സുരക്ഷിതമല്ല. ഞാൻ ആദ്യം അകത്തേക്ക് പോയി പരിശോധിക്കാം. ഒരു പക്ഷെ 10 മിനിറ്റിനുള്ളിൽ ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് പോയിക്കോണം. അങ്ങനെ ബാക്കിയുള്ളവരെ പുറത്തു തന്നെ നിർത്തിയിട്ട് നമ്മുടെ മേർഡർ ബോട്ട് മാത്രം അകത്തേക്ക് പോകുന്നു. അകത്ത് കയറി പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെല്ലാം മരിച്ചു കിടക്കുകയാണ്. അവരുടെ സുരക്ഷയ്ക്കും നമ്മുടെ മേർഡർ ബോട്ടിനെ പോലെ തന്നെ സെക്യൂരിറ്റി യൂണിറ്റ് റോബോട്ടുകളെ കൂടെ കൊണ്ടുവന്നിരുന്നു. പക്ഷേ ആ റോബോട്ടുകളൊക്കെ നശിച്ചു കിടക്കുകയാണ്. ഇതൊക്കെ കണ്ടപ്പോൾ മേർഡർ ബോട്ടിന് കാര്യം മനസ്സിലാകുന്നു. ഈ റോബോട്ടുകൾക്ക് എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. എന്തോ ഒന്ന് ഇവരെ ആക്രമിച്ചതാണ്. അതുകൊണ്ടാണ് ഈ ടീമിലെ എല്ലാവരും മരിച്ചത്. എന്നാൽ പുറത്തുനിന്ന് ക്യാപ്റ്റൻ വിളിച്ച് അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ മേർഡർ ബോട്ട് സത്യം പറയുന്നില്ല. ഒന്നുമില്ല, എല്ലാം കൃത്യമായി തന്നെയാണ് പോകുന്നത് എന്നാണ് അവൻ മറുപടി നൽകുന്നത്. കാരണം മേർഡർ ബോട്ടിന്റെ ചിന്ത എന്താണെന്ന് വെച്ചാൽ, മനുഷ്യർ പേടിച്ചു പോയാൽ അവർ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാം തൻ്റെ നിയന്ത്രണത്തിലാണെന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ കാര്യങ്ങൾ അത്ര നിസ്സാരമൊന്നുമല്ല. നശിച്ചു കിടക്കുന്ന ഒരു റോബോട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് നമ്മുടെ മേർഡർ ബോട്ടിനെ ആക്രമിക്കാൻ തുടങ്ങുന്നു. അപ്പോഴാണ് മേർഡർ ബോട്ടിന് മനസ്സിലാകുന്നത് ആരോ ഈ റോബോട്ടിനെ ഹാക്ക് ചെയ്ത് തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന്. മാത്രമല്ല ഈ റോബോട്ട് നമ്മുടെ മേർഡർ ബോട്ടിനേക്കാൾ കൂടുതൽ ശക്തിയുള്ളതും അപ്ഗ്രേഡ് ചെയ്തതുമാണ്. ഇനി നമ്മുടെ മേർഡർ ബോട്ട് എന്ത് ചെയ്യും എന്ന് നോക്കിയാൽ നമ്മുടെ ആൾക്കും ഒരു ചെറിയ രഹസ്യ ആയുധമുണ്ട്. ഇത്രയും നാൾ വെറുതെ ഇരുന്ന് ഒരുപാട് സിനിമകൾ കണ്ടുകൊണ്ടിരുന്നില്ലേ? ആ സിനിമയിൽ ഒക്കെ കണ്ടിട്ടുള്ള ഫൈറ്റ് സീനുകളും അടിപൊളി ഫൈറ്റിംഗ് ടെക്നിക്കുകളും നമ്മുടെ മേർഡർ ബോട്ട് അപ്പാടെ മനപ്പാടമാക്കിയിട്ടുണ്ട്. അവിടെ പഠിച്ച ആ ടെക്നിക്കുകളൊക്കെ
ഈ ശക്തനായ റോബോട്ടിന്റെ മേൽ പ്രയോഗിച്ച് അവസാനം മേഡർ ബോട്ട് അതിനെ അങ്ങ് തട്ടി കാലാപുരിക്ക് അയക്കുകയും ചെയ്തു. അങ്ങനെ ആ റോബോട്ടിന്റെ കഴുത്തിൽ കോമ്പാക്ട് ഓവർ ഡ്രൈവ് മൊഡ്യൂൾ ഉണ്ടെന്ന് മേഡർ ബോട്ട് കണ്ടെത്തുകയും അതോടെ കാര്യം ഏകദേശം ഉറപ്പാകുന്നു. ആരോ ഒരാൾ ഈ റോബോട്ടിനെ പുറത്തു നിന്ന് കൺട്രോൾ ചെയ്യുകയാണ് എന്ന്. അത് മനസ്സിലാക്കി നിൽക്കുന്ന സമയത്താണ് പിന്നിൽ നിന്ന് കറുത്ത വസ്ത്രം ധരിച്ച മറ്റൊരു റോബോട്ട് വന്ന് നമ്മുടെ മേഡർ ബോട്ടിനെ ആക്രമിക്കുന്നത്. മറ്റ് റോബോട്ടുകളെയൊക്കെ ഒരു ചിപ്പ് ഉപയോഗിച്ച് ആരോ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ മേഡർ ബോട്ടിലും ഒരു ചിപ്പ് ഫിറ്റ് ചെയ്യാം എന്നാണ് ആ ബ്ലാക്ക് റോബോട്ടിന്റെ പ്ലാൻ. എന്നാൽ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മേഡർ ബോട്ട് തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. എന്നാൽ ഇത്തവണ മേഡർ ബോട്ടിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ആ ബ്ലാക്ക് റോബോട്ട് അത്രയും ശക്തമായി വെടിവെച്ചതോടെ മേഡർ ബോട്ടിന് നല്ല രീതിയിൽ പരിക്കേൽക്കുന്നു. അങ്ങനെ ബ്ലാക്ക് റോബോട്ട് മേഡർ ബോട്ടിനെ പൂർണ്ണമായും തീർക്കാൻ പോകുന്ന സമയത്ത് പിന്നിൽ നിന്ന് ക്യാപ്റ്റൻ എത്തി ആ ബ്ലാക്ക് റോബോട്ടിന്റെ കഥ കഴിക്കുന്നു. മേഡർ ബോട്ട് നേരത്തെ പറഞ്ഞിരുന്നതല്ലേ 10 മിനിറ്റിനുള്ളിൽ ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് പോയേക്കണം എന്ന്. പക്ഷെ ക്യാപ്റ്റൻ അതൊന്നും കേൾക്കാതെ നമ്മുടെ മേഡർ ബോട്ടിനെ രക്ഷിക്കാൻ വേണ്ടി തിരിച്ചു വന്നതാണ്. അവിടെ നടന്നതൊക്കെ പരിശോധിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമായി. ആ സ്ഥലത്തുണ്ടായിരുന്ന മനുഷ്യരെല്ലാം മരിച്ചു കഴിഞ്ഞു. മാത്രമല്ല ആരോ ഈ റോബോട്ടുകളെ ഹാക്ക് ചെയ്ത് അവരുടെ നിയന്ത്രണത്തിലാക്കി അവരെ ഉപയോഗിച്ച് ഈ ക്രൂരമായ ആക്രമണങ്ങളൊക്കെ നടത്തിയിരിക്കുകയാണ് എന്ന്. അതോടെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് തീരുമാനിച്ച് ക്യാപ്റ്റനും ടീമും പതിയെ പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നു. പക്ഷെ വീണ്ടും പ്രശ്നം. അവരുടെ മുന്നിലേക്ക് മറ്റൊരു ബ്ലാക്ക് റോബോട്ട് കൂടി എത്തുന്നു. അത് വീണ്ടും അവരെ ആക്രമിക്കാൻ തുടങ്ങുകയാണ്. ഇത്തവണ നമ്മുടെ മേഡർ ബോട്ടിന്റെ അവസ്ഥയും വളരെ മോശമാണ്. അവന് അതിനെ നേരിടാൻ പോലും കഴിയുന്നില്ല. നേരത്തെ ആക്രമിച്ച ആ ബ്ലാക്ക് റോബോട്ട് മേഡർ ബോട്ടിന്റെ ശരീരത്തിൽ നേരത്തെ ഒരു ചിപ്പ് ഫിറ്റ് ചെയ്തിരുന്നു. അതിന്റെ ഫലമായി മേഡർ ബോട്ടും പതിയെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ മാറ്റം സംഭവിക്കുന്നുണ്ടെന്ന് മേഡർ ബോട്ടിന് തന്നെ അറിയുന്നില്ല. അതിനിടെ ക്യാപ്റ്റൻ ടീം അംഗങ്ങളോട് സഹായം ചോദിക്കുന്നു. എല്ലാവരും കൂടി എത്തി മേഡർ ബോട്ടിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. അവസാനം ആ ബ്ലാക്ക് റോബോട്ടിന്റെ മുകളിലേക്ക് തന്നെ സ്പേസ് ഷിപ്പ് കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യിക്കുന്നു. അതോടെ ആ റോബോട്ട് പൂർണ്ണമായി തകർന്നു പോവുകയും ചെയ്തു. ഇതോടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന് എല്ലാവരും കരുതിയ സമയത്ത് മേഡർ ബോട്ടിന് പെട്ടെന്ന് ഒരു കാര്യം മനസ്സിലാകുന്നത് തൻ്റെ ശരീരത്തിനുള്ളിൽ ആ ചിപ്പ് ഇപ്പോഴും ഉണ്ടെന്ന്. അതുമാത്രമല്ല ഇപ്പോൾ മേഡർ ബോട്ടിന്റെ കാഴ്ചയിൽ ക്യാപ്റ്റനും അവരുടെ ടീം അംഗങ്ങളുമൊക്കെ ടാർഗറ്റായി കാണാൻ തുടങ്ങുകയാണ്, ശത്രുവായി കാണിക്കുകയാണ്. അപ്പോൾ മേഡർ ബോട്ട് ക്യാപ്റ്റനോട് പെട്ടെന്ന് പറയുന്നു, നിങ്ങൾ എത്രയും വേഗം എന്നെ കൊല്ലണം, ഇല്ലെങ്കിൽ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഞാൻ നിങ്ങളെയെല്ലാം കൊന്നുകളയും. എന്നെ അങ്ങനെ ചെയ്യാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വേഗം എന്നെ കൊല്ലൂ. പക്ഷെ ക്യാപ്റ്റന് അതിന് കഴിയുന്നില്ല. കാരണം മേഡർ ബോട്ടിനെ അവർ ഇപ്പോൾ വെറുമൊരു റോബോട്ടായി കാണുന്നില്ല, തങ്ങളുടെ ടീമിലെ ഒരാളായിട്ടാണ് കാണുന്നത്. എന്നാൽ മേഡർ ബോട്ടിന് അറിയാം താൻ നിയന്ത്രണം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന്. അതുകൊണ്ട് വീണ്ടും ക്യാപ്റ്റനോട് ഞാൻ പറയുന്നത് കേൾക്കണം, ഇങ്ങനെ പോയാൽ ഞാൻ നിങ്ങളെയെല്ലാം കൊല്ലും എന്ന് പറയുകയും എന്നാൽ അവസാനം വേറെ വഴിയൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കിയ മേഡർ ബോട്ട് തന്നെ ഒരു തോക്കെടുത്ത് സ്വയം നെഞ്ചിൽ വെടിവെക്കുകയാണ്. വെടിയേറ്റതോടെ മേഡർ ബോട്ട് താഴേക്ക് വീഴുന്നു. അത് കണ്ട് ക്യാപ്റ്റനും ടീമംഗങ്ങളും ആകെ ഞെട്ടിപ്പോവുകയാണ്. ഉടൻ തന്നെ മേഡർ ബോട്ടിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി റിപ്പയർ ചെയ്യണമെന്നും അതിൻ്റെ സിസ്റ്റം മുഴുവൻ റീബൂട്ട് ചെയ്യണമെന്നും അവർ തീരുമാനിക്കുന്നു. അപ്പോഴാണ് ആ ഭാഗത്തേക്ക് വീണ്ടും എന്തോ ഒരു റോബോട്ട് വരുന്നത് പോലെ തോന്നുന്നത്. ഉടൻ തന്നെ ക്യാപ്റ്റനും ടീം അംഗങ്ങളും ജാഗ്രതയോടെ തോക്കെടുത്ത് വെടിവെക്കാൻ തുടങ്ങുന്നു. പക്ഷേ അടുത്തെത്തിയപ്പോൾ മനസ്സിലാകുന്നു അത് റോബോട്ടൊന്നുമല്ല, അത് ലീബി എന്നൊരു പെൺകുട്ടിയാണ്. ഇവരെ പോലെ തന്നെ ഈ ഗ്രഹത്തിൽ ഗവേഷണത്തിനായി വന്ന മറ്റൊരു ടീമിലെ അംഗം. നേരത്തെ ആ ടീം മുഴുവൻ മരിച്ചു പോയിരുന്നല്ലോ. അവരിൽ നിന്ന് ജീവനോടെ രക്ഷപ്പെട്ട ഒരേ ഒരാളാണ് ലീബി. അവൾക്കും നല്ല രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് ക്യാപ്റ്റനും സംഘവും ലീബിയെയും കൂടെ കൂട്ടുന്നു. പക്ഷേ ലീബി അവരെ കണ്ട് ഭയന്നിരിക്കുകയാണ്. അവൾ പറയുന്നത് അത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ സെക്യൂരിറ്റി യൂണിറ്റ് റോബോട്ടുകളും പെട്ടെന്ന് ഞങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി എന്നാണ്. അപ്പോഴാണ് താഴെ കിടക്കുന്ന മേഡർ ബോട്ടിനെ അവൾ കാണുന്നത്. മേഡർ ബോട്ട് അവിടെ കിടക്കുന്നത് കണ്ട് അവൾക്ക് വീണ്ടും പേടിയാകുന്നു. അത് മരിച്ചില്ലേ, ഇനി എഴുന്നേറ്റ് നമ്മളെ ആക്രമിക്കുമോ എന്നാണ് അവളുടെ പേടി. അപ്പോൾ ക്യാപ്റ്റൻ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് അത് എഴുന്നേറ്റാലും നിന്നെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് അവളെയും കൂട്ടി എല്ലാവരും സ്റ്റേഷനിലേക്ക് പോകുന്നു. അങ്ങനെ എല്ലാവരും സ്റ്റേഷനിൽ എത്തുന്നു. പരിക്കേറ്റ മേഡർ ബോട്ടിനെ അവിടെ എത്തിച്ച് വീണ്ടും റിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നു. അതിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ചിപ്പ് കണ്ടെത്തി ആ ചിപ്പുമായി ബന്ധപ്പെട്ട ഡാറ്റ മുഴുവൻ മായ്ച്ചു കളയുന്നു. ശേഷം മേഡർ ബോട്ടിന്റെ സിസ്റ്റം മുഴുവൻ റീബൂട്ട് ചെയ്യുകയാണ്. ഇതിനിടയിൽ മേഡർ ബോട്ട് തങ്ങളെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം നെഞ്ചിൽ വെടിവെച്ച കാര്യം ലീബി കേൾക്കുന്നു. അവൾ അത്ഭുതത്തോടെ ചോദിക്കുന്നു,
നിങ്ങളുടെ റോബോട്ടും അങ്ങനെ തന്നെയാണോ ചെയ്തത്? എന്നാൽ ലീബിയുടെ ടീമിലെ റോബോട്ടിൻ്റെ കാര്യമാണ് അവർ പറയുന്നത്. അവൾ ഭയത്തോടെ പറയുന്നു, അല്ല, ഞങ്ങളുടെ റോബോട്ട് പെട്ടെന്ന് തോക്കെടുത്ത് എല്ലാവരെയും വെടിവെക്കാൻ തുടങ്ങുകയായിരുന്നു. അവൾക്ക് ഇപ്പോഴും ആ സംഭവത്തിൻ്റെ പേടിയുണ്ട്. ഇതിനിടെ നമ്മുടെ മേർഡർ ബോട്ടും പതിയെ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആ എഞ്ചിനീയർ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിച്ച് നോക്കിയപ്പോഴാണ് എഞ്ചിനീയർ ഞെട്ടിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കുന്നത്. മേർഡർ ബോട്ടിന് യാതൊരു റൂളുകളും ഇല്ല. സാധാരണ എല്ലാ റോബോട്ടുകളും കമ്പനിയുടെ നിയമങ്ങൾക്കും പ്രോഗ്രാമുകൾക്കും കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ആ നിയമങ്ങൾ മറികടന്ന് സ്വന്തമായി ചിന്തിക്കാനൊന്നും അവയ്ക്ക് കഴിയില്ല. പക്ഷേ മേർഡർ ബോട്ട് ആ സിസ്റ്റം തന്നെ ഹാക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ അത് മനുഷ്യരെ പോലെ സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിയുന്ന അവസ്ഥയിലാണ്. മാത്രമല്ല, ഇത് ഇപ്പോൾ തുടങ്ങിയതൊന്നുമല്ല. വളരെ നാളായും മേർഡർ ബോട്ട് ഇങ്ങനെയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇതുവരെ മേർഡർ ബോട്ട് മറ്റുള്ള റോബോട്ടുകളിൽ നിന്ന് ഇത്രയും വ്യത്യസ്തമായി പെരുമാറിയതിൻ്റെ കാരണം എല്ലാവർക്കും മനസ്സിലാകുന്നത്. ഇതൊക്കെ കേട്ട ലീബി ആകെ പേടിച്ചു പോകുന്നു. അയ്യോ, എനിക്ക് പേടിയാകുന്നു, ഇത് നമ്മളെയൊക്കെ കൊന്നുകളയും എന്ന് അവൾ പറയുമ്പോൾ ക്യാപ്റ്റനും മറ്റുള്ളവരും അവളെ തടയുന്നു. കാരണം ഇപ്പോൾ മേർഡർ ബോട്ടിനെ ശരിക്കും അനങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. എങ്കിലും എല്ലാവരും കൂടി ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സാധാരണ നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു റോബോട്ടാണെങ്കിൽ നമുക്ക് കൂടെ നിർത്താം. പക്ഷേ ഇതിന് ഇപ്പോൾ യാതൊരു നിയമങ്ങളും ബാധകമല്ല. മനുഷ്യരെ പോലെ സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിയുന്ന ഒരു റോബോട്ടാണിത്. അങ്ങനെയുള്ള ഒന്നിനെ നമ്മുടെ കൂടെ നിർത്തുന്നത് വലിയ അപകടമാണ്. അതുകൊണ്ട് മേർഡർ ബോട്ടിനെ ഡീആക്ടിവേറ്റ് ചെയ്യാം എന്നാണ് എഞ്ചിനീയറുടെ തീരുമാനം. പക്ഷെ ക്യാപ്റ്റൻ അതിന് എതിരാണ്. ക്യാപ്റ്റൻ പറയുന്നത്, ഇത് മനുഷ്യരെ പോലെ ചിന്തിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി, എന്നിട്ടും ഇതുവരെ ഇത് നമ്മളെ സംരക്ഷിച്ചിട്ടേയുള്ളൂ. ഇപ്പോൾ പോലും നമ്മളെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ശരീരം തന്നെ നശിപ്പിക്കാൻ തയ്യാറായി. അതുകൊണ്ട് മേർഡർ ബോട്ടിനെ വിശ്വസിക്കാമെന്നും അതിനെ വീണ്ടും ഓൺ ചെയ്യണമെന്നും ക്യാപ്റ്റൻ പറയുന്നു. പക്ഷേ എഞ്ചിനീയർ അതിന് തയ്യാറല്ല. അത് പറ്റില്ല എന്ന് പറഞ്ഞ് മേർഡർ ബോട്ടിനെ ഡീആക്ടിവേറ്റ് ചെയ്യാനുള്ള നടപടികൾ തുടങ്ങുന്നു. അപ്പോഴാണ് പതിയെ മേർഡർ ബോട്ട് ബോധത്തിലേക്ക് തിരിച്ചു വരുന്നത്. എഞ്ചിനീയർ മേർഡർ ബോട്ടിനെ ഓഫ് ചെയ്യാൻ ശ്രമിക്കുന്നതോടെ മേർഡർ ബോട്ട് അവൻ്റെ പ്രോഗ്രാം തന്നെ ഹാക്ക് ചെയ്യുന്നു. പെട്ടെന്ന് എഴുന്നേറ്റ് എഞ്ചിനീയറുടെ കഴുത്തിൽ പിടിച്ച് അവനെ പൊക്കി നിർത്തുകയാണ്. ഇത് കണ്ട ക്യാപ്റ്റൻ ഉടൻ മേർഡർ ബോട്ടിനോട്, പ്ലീസ് അയാളെ ഒന്നും ചെയ്യരുത്, അയാളെ വിട്ടേക്ക് എന്ന് അപേക്ഷിക്കുന്നു. ക്യാപ്റ്റൻ്റെ വാക്ക് കേട്ടതോടെ മേർഡർ ബോട്ട് എഞ്ചിനീയറെ വിട്ടുകളയുകയാണ്. ഉടനെ എഞ്ചിനീയർ ക്യാപ്റ്റനോട് പറയുന്നു, കണ്ടില്ലേ ഇത് എത്രത്തോളം അപകടകാരിയാണെന്ന്, ഇനിയെങ്കിലും അതിനെ ശരിക്കും ഡീആക്ടിവേറ്റ് ചെയ്യണം. പക്ഷെ ക്യാപ്റ്റൻ മേർഡർ ബോട്ടിൻ്റെ അടുത്തേക്ക് ചെന്ന് പറയുന്നു, ഇനി ഒരിക്കലും നീ ഇങ്ങനെ ചെയ്യരുത്, നീ ഞങ്ങളെ എല്ലാവരെയും സംരക്ഷിക്കണം. നീ സ്വന്തമായി ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ഇനി മുതൽ നീ ഞങ്ങളുടെ ടീമിലെ ഒരാളാണ്. അത് കേട്ട മേർഡർ ബോട്ട് അവസാനം ഓക്കെ എന്ന് സമ്മതിക്കുന്നു. അവൻ എന്തുകൊണ്ടാണ് ക്യാപ്റ്റൻ്റെ വാക്ക് അനുസരിക്കുന്നത് എന്ന് വെച്ചാൽ, കാരണം നേരത്തെ മേർഡർ ബോട്ട് സ്വയം വെടിവെച്ച് തകർന്നിട്ടും ഇവർ തന്നെ അതിനെ വീണ്ടും ശരിയാക്കി രക്ഷിച്ചതുമൊക്കെ അവന് അറിയാം. അതുകൊണ്ട് ഇനി മുതൽ ക്യാപ്റ്റൻ്റെ ടീമിലെ ഒരു അംഗം തന്നെയായാണ് മേർഡർ ബോട്ടും തുടരുന്നത്. അങ്ങനെ അടുത്തതായി അവർക്ക് പുറത്തുനിന്ന് സഹായത്തിനായി ആളുകളെ വിളിക്കണം. അതിന് ഈ ഗ്രഹത്തിൽ ഒരു പ്രത്യേക സിഗ്നൽ ഡിവൈസ് ഉണ്ട്. അതിലൂടെ പുറത്തേക്ക് ഒരു സിഗ്നൽ അയക്കാൻ കഴിയും. സ്റ്റേഷനിൽ നിന്ന് തന്നെ അവർ ആ സിഗ്നൽ അയക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ എന്ത് ചെയ്തിട്ടും സിഗ്നൽ പോകുന്നില്ല. അപ്പോൾ മേർഡർ ബോട്ട് പറയുന്നു, നമ്മൾ കുറച്ചുകൂടി അടുത്തേക്ക് പോയാൽ മാത്രമേ ആ സിഗ്നൽ ഡിവൈസ് ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയൂ. അങ്ങനെ ക്യാപ്റ്റനും മേർഡർ ബോട്ടും മാത്രം ആ സിഗ്നൽ നൽകുന്ന സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങുന്നു. കുറച്ച് അടുത്തെത്തിയിട്ടും സിഗ്നൽ പോകുന്നില്ല. അപ്പോഴാണ് മനസ്സിലാകുന്നത് ആ ഡിവൈസിൻ്റെ അടുത്തേക്ക് തന്നെ പോയി മാനുവലായി ആക്ടിവേറ്റ് ചെയ്യണം. അതുകൊണ്ട് അവർ പോകുന്ന വാഹനവും പതിയെ ആ സിഗ്നൽ ഡിവൈസിൻ്റെ അടുത്തേക്ക് നീങ്ങുകയാണ്. പക്ഷേ അപ്പോഴാണ് മേർഡർ ബോട്ടിന് എന്തോ ഒരു സംശയം തോന്നുന്നത്. അവൻ ഉടൻ ക്യാപ്റ്റനോട് പറയുന്നു, ക്യാപ്റ്റൻ വണ്ടി പെട്ടെന്ന് തിരിക്കൂ. ക്യാപ്റ്റൻ കാര്യം മനസ്സിലാക്കി വണ്ടി തിരിക്കുന്നതും ബൂം, അവർ സിഗ്നൽ നൽകാൻ പോകുന്ന ആ ഡിവൈസ് പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് ചിതറിത്തെറിക്കുകയാണ്. ഭാഗ്യം കൊണ്ട് അവസാന നിമിഷം ക്യാപ്റ്റനും മേർഡർ ബോട്ടും വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. അങ്ങനെ അവർ ആ ഡ്രോണും താഴെ ഇറക്കുന്നു. പക്ഷെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ടും അത് ഓണാകുന്നില്ല. അതോടെ അവർക്ക് തിരിച്ച് ടീം അംഗങ്ങൾ ഉള്ള സ്റ്റേഷനിലേക്ക് പോകാനും കഴിയാത്ത അവസ്ഥയായി. ഉടൻ ക്യാപ്റ്റൻ പറയുകയാണ്, സാരമില്ല, നമുക്ക് ഇത് റിപ്പയർ ചെയ്യാം. നിനക്ക് റിപ്പയർ ചെയ്യാൻ അറിയില്ലേ? മേർഡർ ബോട്ട് ഉടനെ ഇല്ല, എനിക്ക് അറിയില്ല എന്ന് പറയുന്നു. ക്യാപ്റ്റൻ ആകെ ഞെട്ടി, എന്താ നിന്റെ പ്രോഗ്രാമിൽ ഇതൊക്കെ റിപ്പയർ ചെയ്യാനുള്ള മുഴുവൻ വിവരങ്ങളും ഉണ്ടല്ലോ? അത് കേട്ട് മേർഡർ ബോട്ട് പറയുന്നത്, ഉണ്ടാകും, പക്ഷേ ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന സീജു വ്ളോഗ്സിലെ എക്സ്പ്ലനേഷൻ വീഡിയോ കാണുകയായിരുന്നു. സ്റ്റോറേജ് സ്പേസ് ഇല്ലെന്ന് കരുതി അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അത് കേട്ടതോടെ ക്യാപ്റ്റന് നല്ല ദേഷ്യം വരുന്നു. സീജു വ്ളോഗ്സിലെ ചളിയടിക്കുന്ന എക്സ്പ്ലനേഷൻ വീഡിയോ കാണാൻ വേണ്ടി അത്രയും പ്രധാനപ്പെട്ട വിവരങ്ങളാണോ നീ ഡിലീറ്റ് ചെയ്തത് എന്നൊക്കെ
എന്നൊക്കെ പറഞ്ഞ് ക്യാപ്റ്റൻ ആകെ ടെൻഷനിലാകുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് അവർക്ക് വലിയ പിടിയില്ല. എന്തായാലും അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് ഡ്രോൺ റിപ്പയർ ചെയ്യാൻ ശ്രമിക്കാം എന്ന് തീരുമാനിക്കുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്യാപ്റ്റന് റിപ്പയറിങ്ങിനെ കുറിച്ച് യാതൊരു അറിവുമില്ല. അതുകൊണ്ട് അവർക്ക് ടെൻഷൻ കൂടി അവസാനം പാനിക് അറ്റാക്ക് വരാൻ തുടങ്ങുന്നു. അത് ശ്രദ്ധിച്ച മർഡർ ബോട്ട് ഉടൻ ക്യാപ്റ്റനെ റിലാക്സ് ചെയ്യിക്കാൻ ഒരു കാര്യം ചെയ്യുന്നു. അവൻ സ്ഥിരമായി കാണുന്ന വീഡിയോ പ്ലേ ചെയ്യുന്നു. അത് കണ്ടതോടെ ക്യാപ്റ്റനും പതിയെ റിലാക്സ് ചെയ്യാൻ തുടങ്ങുന്നു. അന്നേരം മർഡർ ബോട്ട് ഒരു ചെറിയ അഭിമാനത്തോടെ പറയുന്നു, എന്തൊരു ചളിയടിക്കുന്ന വീഡിയോ എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്, കണ്ടില്ലേ എത്ര സൂപ്പറാണെന്ന്. അങ്ങനെ ക്യാപ്റ്റൻ കുറച്ചൊന്ന് ശാന്തനാകുമ്പോഴാണ് അവർ മർഡർ ബോട്ടിൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ ദ്രാവകം ലീക്കാവുന്നത് ശ്രദ്ധിക്കുന്നത്. ഉടൻ ക്യാപ്റ്റൻ ചോദിക്കുന്നു, നിനക്ക് എന്താണ് സംഭവിച്ചത്? അപ്പോൾ മർഡർ ബോട്ട് മറുപടി പറയുന്നു, എൻ്റെ ശരീരത്തിലെ ലൂബ്രിക്കൻ്റ് ലീക്കാകുന്നതാണ്. അത് വളരെ ലോ ആയി പോകുന്നതോടെ മർഡർ ബോട്ടിന്റെ ശബ്ദമൊക്കെ മാറി പെട്ടെന്ന് ബോധം നഷ്ടപ്പെട്ട് താഴേക്ക് വീഴുകയാണ്. ക്യാപ്റ്റൻ ഉടൻ തന്നെ അവരുടെ അടുത്തേക്ക് ഡ്രോണിലെ വയറിംഗ് എടുത്ത് മർഡർ ബോട്ടുമായി കണക്ട് ചെയ്യുന്നു. അതോടൊപ്പം അതിന്റെ ശരീരത്തിലെ ലൂബ്രിക്കൻ്റ് കൂടി ഫിൽ ചെയ്യുന്നു. അങ്ങനെ ചെയ്തതോടെ മർഡർ ബോട്ട് പതിയെ കണ്ണു തുറന്ന് എഴുന്നേൽക്കുന്നു. എന്നിട്ട് ഇത് എങ്ങനെ ശരിയാക്കണമെന്ന് എനിക്കറിയാം എന്ന് പറയുന്നു. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നേരത്തെ സിഗ്നൽ ഡിവൈസ് പൊട്ടിത്തെറിച്ചപ്പോൾ ഡ്രോണിന്റെ ഒരുപാട് വയറിങ്ങും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കണക്ഷനുമൊക്കെ കത്തി നശിച്ചിരുന്നു. അപ്പോൾ മർഡർ ബോട്ട് ഒരു ഐഡിയ പറയുന്നു, എൻ്റെ ശരീരത്തിലുള്ള നാഡികൾ ഉപയോഗിച്ച് ഈ ഡ്രോണിന് പുതിയ വയറിംഗ് ഉണ്ടാക്കാം. ക്യാപ്റ്റൻ അത് കേട്ട് ചോദിക്കുന്നു, നിന്റെ ശരീരത്തിനുള്ളിലുള്ളത് മനുഷ്യൻ്റെ യഥാർത്ഥ നാഡികളല്ലേ? അവ ക്ലോൺ ചെയ്തതാണല്ലോ, അതെങ്ങനെ വയറിംഗ് ആയി ഉപയോഗിക്കാൻ കഴിയൂ? അന്നേരം മർഡർ ബോട്ട് പറയുന്നു, ഈ യൂണിവേഴ്സിൽ ഏറ്റവും മികച്ച രീതിയിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്ന വയർ ഏതാണെന്ന് അറിയാമോ? മനുഷ്യൻ്റെ നാഡികൾ തന്നെയാണ്. അതുകൊണ്ട് ഇത് തീർച്ചയായും വർക്ക് ചെയ്യും. എൻ്റെ ശരീരത്തിൽ നിന്ന് അത് എടുത്തോളൂ. അത് കേട്ടതോടെ ക്യാപ്റ്റൻ്റെ കൈകൾ പോലും വിറയ്ക്കാൻ തുടങ്ങുന്നു. അതേസമയം സ്റ്റേഷനിൽ ഇവർ നേരത്തെ രക്ഷിച്ച മറ്റൊരു ടീമിലെ ലീബി എന്ന പെൺകുട്ടി കയ്യിൽ തോക്കുമായി അവിടെയുള്ള എല്ലാവരെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടെ ക്യാപ്റ്റൻ മർഡർ ബോട്ടിൻ്റെ ശരീരത്തിൽ നിന്ന് ആ നാഡികൾ പോലെയുള്ള വയറുകൾ എടുത്ത് ഡ്രോണിൽ കണക്ട് ചെയ്യുന്നു. അങ്ങനെ അവസാനം ഡ്രോൺ നന്നായി റിപ്പയർ ചെയ്യാൻ അവർക്ക് കഴിയുന്നു. ഇപ്പോൾ ആ ഡ്രോൺ തിരിച്ച് അവരുടെ സ്റ്റേഷനിലേക്ക് തന്നെ പോവുകയാണ്. അവിടെ എത്തിയതോടെ ലീബി എഞ്ചിനീയറോട് എനിക്ക് ആ ഡാറ്റ മുഴുവൻ വേണം എന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ എഞ്ചിനീയർ ഉടൻ തന്നെ അത് പറ്റില്ല എന്ന് മറുപടി പറയുന്നു. അത് കേട്ടതോടെ ലീബി എഞ്ചിനീയറോട് തുടയിലേക്ക് വെടിവെക്കുകയാണ്. എന്നിട്ട് അവൾ പറയുന്നത് കേട്ടാൽ എല്ലാവരും ഞെട്ടിപ്പോകും. ഞാൻ നിങ്ങൾ കരുതുന്ന ആ മരിച്ചുപോയ ടീമിലെ അംഗമൊന്നുമല്ല. നിങ്ങളുടെ ക്യാപ്റ്റനും ആ റോബോട്ടും കൃത്യസമയത്ത് നശിച്ചു പോകുമായിരുന്നു. ആ സിഗ്നൽ ഡിവൈസ് പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്തത് ഞാൻ തന്നെയാണ്. എനിക്ക് വേണ്ടത് ഈ ഡാറ്റ മാത്രം. അപ്പോഴേക്കും മർഡർ ബോട്ടും ക്യാപ്റ്റനും അവിടെ എത്തുന്നു. ലീബി എഞ്ചിനീയറുടെ തലയിൽ തോക്ക് വെച്ചിട്ട് ഒന്നുകൂടി മുന്നോട്ട് വന്നാൽ അതോടെ തീരും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. പക്ഷേ അടുത്ത സെക്കൻഡിൽ തന്നെ വെടിയൊച്ച മർഡർ ബോട്ട് ലീബിയെ വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. അത് കണ്ടതോടെ എല്ലാവരും ആകെ ഞെട്ടിപ്പോകുന്നു. അവളെ ജീവനോടെ പിടിച്ചിരുന്നെങ്കിൽ അവൾ ആരാണ്, എവിടെ നിന്നാണ് വന്നത്, ഈ ഡാറ്റ എന്തിനാണ് വേണ്ടത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ മർഡർ ബോട്ട് അവളെ കൊന്നു കളഞ്ഞിരിക്കുന്നു. അതോടെ എല്ലാവർക്കും മറ്റൊരു പേടിയും തുടങ്ങുന്നു. ഇവൻ ഒരു മനുഷ്യനെ കൊന്നല്ലോ എന്ന ചിന്ത. പക്ഷേ മർഡർ ബോട്ട് അതൊന്നും കാര്യമാക്കാതെ പതിയെ അവിടെ നിന്ന് മാറി നേരത്തെ ഉണ്ടായ പരിക്കുകളും ശരീരത്തിലെ ലീക്കേജുമൊക്കെ ശരിയാക്കാൻ തുടങ്ങുകയാണ്. കഥ പെട്ടെന്ന് 1 മാസം പിന്നിലേക്ക് പാസ്റ്റിലേക്ക് പോവുകയാണ്. അവിടെ നമ്മുടെ ക്യാപ്റ്റനും ടീം അംഗങ്ങളും എല്ലാവരും കൂടി വളരെ സന്തോഷത്തോടെ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ട്രൂത്ത് ഓർ ഡെയർ പോലുള്ള ഗെയിം. അങ്ങനെ ഗെയിം കളിക്കുന്നതിനിടെ അവർ എഞ്ചിനീയറോട് പറയുന്നു, നീ ഒരു രഹസ്യം പറയണം. അപ്പോൾ എഞ്ചിനീയർ തൻ്റെ രഹസ്യം തുറന്നു പറയാൻ തുടങ്ങുന്നു. യഥാർത്ഥത്തിൽ ഇയാൾ ഒരു സ്പൈ ആയിരുന്നു. ക്യാപ്റ്റൻ്റെ ടീമിൽ ചേർന്നത് തന്നെ ചില രഹസ്യമായ കാര്യങ്ങൾ കണ്ടെത്താനായിരുന്നു. പക്ഷെ പിന്നീട് അതൊക്കെ ചെയ്തതിലുള്ള കുറ്റബോധം അയാളെ വല്ലാതെ അലട്ടുന്നു. ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് തോന്നി ഒടുവിൽ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ വരെ ഇയാൾ ശ്രമിക്കുന്നു. പക്ഷേ അപ്പോഴാണ് ക്യാപ്റ്റൻ അയാളുടെ മനസ്സ് മാറ്റിയത്. ഇനി നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം എന്ന് പറഞ്ഞ് അയാളെ ടീമിൽ തന്നെ തുടരാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. ആ സ്പൈ ജോലി ഇനി വേണ്ടെന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ എഞ്ചിനീയറെ സ്വന്തം ടീമിൽ തന്നെ ചേർത്ത കാര്യമൊക്കെ അയാൾ എല്ലാവരോടും തുറന്നു പറയുകയാണ്. അങ്ങനെ കഥ വീണ്ടും പാസ്റ്റിൽ നിന്ന് പ്രസന്റിലേക്ക് തിരിച്ചെത്തുന്നു. ഇപ്പോൾ ലീബി മരിച്ചു കഴിഞ്ഞു. അവളെ കൊന്നത് നമ്മുടെ മർഡർ ബോട്ടാണ്. അതുകൊണ്ട് തന്നെ ടീമിലുള്ള എല്ലാവർക്കും മർഡർ ബോട്ടിനെ കുറിച്ച് നല്ല പേടിയുണ്ട്. അപ്പോൾ മർഡർ ബോട്ട് ഹെൽമെറ്റ് അയച്ചിട്ട് അവരോട് പറയുന്നു, നിങ്ങൾക്ക് ജീവനോടെ തുടരണമെങ്കിൽ ഉടൻ തന്നെ ഈ സ്റ്റേഷനിൽ നിന്ന് സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറണം. ലീബിയെ പോലെ ഇനിയും ഒരുപാട് ശത്രുക്കൾ വരാൻ സാധ്യതയുണ്ട്. മർഡർ ബോട്ടിന്റെ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് എല്ലാവരും അവർ ഇപ്പോൾ കഴിയുന്ന
കാണുന്ന സ്റ്റേഷൻ തന്നെ എടുത്തുകൊണ്ട് ഈ ഗ്രഹത്തിലെ സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര തിരിക്കുന്നു. അങ്ങനെ ഒടുവിൽ അവർ ഒരു സ്ഥലത്ത് സ്റ്റേഷൻ ലാൻഡ് ചെയ്യുന്നു. അപ്പോൾ മേഡർ ബോട്ട് എല്ലാവരോട് പറയുന്നു, ആരും പുറത്തേക്ക് വരേണ്ട, ഞാൻ ആദ്യം പുറത്തോട്ട് പോയി സ്ഥലം സുരക്ഷിതമാണോ എന്ന് പരിശോധിച്ചിട്ട് വരാം. അങ്ങനെ മേഡർ ബോട്ട് മാത്രം പുറത്തേക്ക് ഇറങ്ങി ചുറ്റുപാടുകൾ പരിശോധിക്കാൻ തുടങ്ങുന്നു. അതിനിടയിൽ വീണ്ടും മേഡർ ബോട്ട് സങ്കല്പിക്കാൻ തുടങ്ങുന്നു. ഒരു മരത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ അവിടെ തന്നെ പോലെയുള്ള മറ്റൊരു മേഡർ ബോട്ട് നിൽക്കുന്നതായും മരത്തിൻ്റെ വേരുകൾ പതിയെ അതിനെ ചുറ്റിപ്പിടിച്ച് മൂടുന്നതായുമൊക്കെയാണ് അവന് തോന്നുന്നത്. യഥാർത്ഥത്തിൽ അവിടെ അങ്ങനെയൊന്നുമില്ല. അതെല്ലാം മേഡർ ബോട്ട് സ്ഥിരമായി കാണുന്ന വീഡിയോയിൽ കണ്ട സീനുകൾ ഓർത്തെടുത്ത് സങ്കല്പിക്കുന്നതാണ്. അങ്ങനെ ചുറ്റുമൊക്കെ പരിശോധിച്ച ശേഷം മേഡർ ബോട്ട് തിരിച്ചു വന്ന് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് പുറത്തേക്ക് വരാം എന്ന് പറയുന്നു. അങ്ങനെ ക്യാപ്റ്റനും ടീമംഗങ്ങളും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നു. പക്ഷേ എല്ലാവരുടെയും മുഖത്ത് ഇപ്പോഴും മേഡർ ബോട്ടിനോടുള്ള പേടിയുണ്ട്. അവസാനം അവർ മേഡർ ബോട്ടിനോട് നേരിട്ട് ചോദിക്കാൻ തീരുമാനിക്കുന്നു. ക്യാപ്റ്റൻ മേഡർ ബോട്ടിനോട്, ദേ നോക്ക്, ഞങ്ങൾ നിന്നെ ഞങ്ങളുടെ ടീമിലെ ഒരാളായിട്ടും ഒരു സുഹൃത്തായിട്ടുമാണ് കാണുന്നത്. നീയും ഞങ്ങളെ അങ്ങനെ തന്നെ കാണണം. ഞങ്ങളെ ഒരിക്കലും ആക്രമിക്കരുത്, മനസ്സിലായോ? അപ്പോൾ മേഡർ ബോട്ട് മറുപടി പറയുന്നു, ഞാൻ നിങ്ങളെ ആക്രമിക്കില്ല, നിങ്ങളെ സംരക്ഷിക്കുകയാണ് എൻ്റെ ജോലി. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ദൂരെ എന്തോ അനക്കം മേഡർ ബോട്ട് ശ്രദ്ധിക്കുന്നത്. ഈ ഗ്രഹത്തിൽ നേരത്തെ കണ്ട ആ പുഴുവിനെ പോലെയുള്ള ഭീകരജീവികൾ വീണ്ടും ഇവരുടെ അടുത്തേക്ക് വരുന്നതായി തോന്നുന്നു. ഉടൻ മേഡർ ബോട്ട് പറയുന്നു, വേഗം എല്ലാവരും സ്റ്റേഷനകത്തേക്ക് പോകൂ എന്ന്. അങ്ങനെ എല്ലാവരും വേഗം സ്റ്റേഷനകത്തേക്ക് കയറുന്നു. പക്ഷേ ആ ഭീകരജീവി നേരെ അവരുടെ സ്റ്റേഷന്റെ മുകളിലേക്ക് കയറി അതിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് അവിടെ മറ്റൊരു ജീവി കൂടി എത്തുന്നത്. ഇനി രണ്ടെണ്ണവും കൂടി ചേർന്ന് സ്റ്റേഷൻ കാലിയാക്കുമല്ലോ എന്ന് കരുതിയപ്പോൾ സംഭവിക്കുന്നത് മറ്റൊന്നാണ്. ആ രണ്ട് ഭീകരജീവികളും സ്റ്റേഷന്റെ മുകളിൽ കയറി കിടന്ന് സുഖമായി വിശ്രമിക്കാൻ തുടങ്ങുകയാണ്. അവരെല്ലാം അകത്തിരുന്ന് ഇവർക്ക് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ, എപ്പോഴാണ് ഇവിടുന്ന് പോകുന്നത് എന്ന് കാത്തിരിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒടുവിൽ ആ ജീവികൾ അവിടെ നിന്ന് പോകുന്നു. പക്ഷെ പോകുന്നതിന് മുൻപ് സ്റ്റേഷന്റെ വാതിലിനടുത്ത് കുറെ മുട്ടകൾ ഇട്ടിട്ടാണ് അവ പോയത്. ഇനി ആ മുട്ടകൾ എടുത്ത് കളയണോ എന്ന് എല്ലാവരും ആലോചിക്കുന്നു. പക്ഷേ ഇവയെല്ലാം കളഞ്ഞിട്ട് ആ ജീവികൾ തിരിച്ചു വന്നാൽ എന്തു ചെയ്യും? അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് തീരുമാനിക്കുന്നു. അപ്പോഴാണ് പെട്ടെന്ന് കറുത്ത വസ്ത്രം ധരിച്ച മറ്റൊരു റോബോട്ട് അവിടേക്ക് എത്തുന്നത്. ആരോ ഒരാളുടെ നിയന്ത്രണത്തിലുള്ളതുപോലെയാണ് അതിൻ്റെ പെരുമാറ്റം. അത് നേരെ മേഡർ ബോട്ടിനെ ആക്രമിക്കാൻ തുടങ്ങുന്നു. പക്ഷേ ഇത്തവണ മേഡർ ബോട്ടിന് അതിനെ നേരിടാൻ കഴിയുന്നില്ല. കാരണം ഈ ബ്ലാക്ക് റോബോട്ട് മുമ്പത്തതിനേക്കാൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ്. മേഡർ ബോട്ട് ഒറ്റയ്ക്ക് അതിനോട് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുമ്പോൾ ക്യാപ്റ്റനും ടീം അംഗങ്ങളും അവനെ സഹായിക്കാൻ വേണ്ടി ഓടിയെത്തുകയാണ്. മേഡർ ബോട്ടിനും ആ ബ്ലാക്ക് റോബോട്ടിനും തമ്മിലുള്ള പോരാട്ടം മേഡർ ബോട്ടിന് ഒട്ടും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാകുന്നു. അപ്പോഴാണ് ആ ബ്ലാക്ക് റോബോട്ട് അറിയാതെ അവിടെ വെച്ചിരുന്ന മുട്ടകൾ നശിപ്പിക്കുന്നത്. അതോടെ നേരത്തെ പോയ ആ പുഴുവിനെ പോലെയുള്ള ഭീകരജീവി തിരിച്ചു വരുന്നു. അത് മണ്ണിനടിയിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് വന്ന് ആ ബ്ലാക്ക് റോബോട്ടിനെ കടിച്ച് തുപ്പിക്കളയുകയാണ്. അങ്ങനെ ഭാഗ്യം കൊണ്ട് ആ ജീവിയുടെ ആക്രമണം കാരണം നമ്മുടെ ടീമിന് രക്ഷപ്പെടാൻ കഴിയുന്നു. പക്ഷേ ഇതോടെ മറ്റൊരു കാര്യം വ്യക്തമാണ്. ഇവരുടെ ഇപ്പോഴത്തെ ലൊക്കേഷൻ ശത്രുക്കൾക്ക് അറിയാം. അതുകൊണ്ടാണ് ആ ബ്ലാക്ക് റോബോട്ടിനെ ഇവിടേക്ക് അയച്ചത്. പക്ഷെ ആരാണ് ആ ശത്രുക്കൾ, ഇവരെന്തിനാണ് ആക്രമിക്കുന്നത് എന്നൊന്നും ഇപ്പോഴും ക്യാപ്റ്റനും ടീമിനും മനസ്സിലായിട്ടില്ല. ഇതിനിടയിലും നമ്മുടെ മേഡർ ബോട്ട് പതിവ് പോലെ ഇരുന്ന് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ കാണുന്ന വീഡിയോയിൽ ഒരു പ്രധാനപ്പെട്ട സ്ത്രീ കഥാപാത്രമുണ്ട്. പക്ഷേ അവരും ഒരു റോബോട്ടാണ്. ആ റോബോട്ട് സ്വന്തം ടീമിലുള്ള എല്ലാവരെയും കൊന്നുകളയുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ മേഡർ ബോട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ക്യാപ്റ്റനോ മറ്റേതെങ്കിലും ടീം അംഗങ്ങളോ മേഡർ ബോട്ടിനോട് എന്തെങ്കിലും ചോദിച്ചാൽ പെട്ടെന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് അവരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് വീണ്ടും വീഡിയോ കാണാൻ തുടങ്ങും. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് എല്ലാവരും സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തി കാര്യങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വീഡിയോ കോൾ വരുന്നത്. അത് ഗ്രേ ക്രൈസ് എന്നൊരു മൈനിങ് കമ്പനിയിൽ നിന്നുള്ള കോളാണ്. അവരുടെ കമ്പനിയുടെ ലീഡറാണ് സംസാരിക്കുന്നത്. അവർ പറയുന്നത്, നമ്മൾക്കിടയിൽ സംഭവിച്ചത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നിങ്ങളുടെ ആളുകൾ ഞങ്ങളുടെ ലീബിയെ കൊന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഒരിടത്ത് വെച്ച് നേരിട്ട് സംസാരിക്കാം. അങ്ങനെ അവരുടെ ക്ഷണം സ്വീകരിച്ച് ആ സ്ത്രീയെ നേരിൽ കാണാൻ ക്യാപ്റ്റനും ടീം അംഗങ്ങളും തയ്യാറെടുക്കുന്നു. പക്ഷെ അതിനു മുമ്പ് മറ്റൊരു പ്രശ്നം. നേരത്തെ ലീബി തുടയിൽ വെടിവെച്ചിരുന്ന എഞ്ചിനീയറുടെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല. പെയിൻ കില്ലർ കൊടുത്തിട്ടും യാതൊരു ഫലവും ഇല്ല. അയാൾ വേദന കൊണ്ട് ശരിക്കും പുളയുകയാണ്. അങ്ങനെ മേഡർ ബോട്ട് പറയുന്നത്,
എന്താണെന്ന് വെച്ചാൽ അയാളുടെ ശരീരത്തിലെ ഞരമ്പുകളുമായി താൻ കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ അയാൾ അനുഭവിക്കുന്ന വേദനകളെ വളരെ എളുപ്പത്തിൽ ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ്. അങ്ങനെ മേഡർ ബോട്ടിന്റെ ശരീരത്തിലുള്ള ഞരമ്പുകളും നമ്മുടെ എഞ്ചിനീയറുടെ ശരീരത്തിലുള്ള ഞരമ്പുകളും തമ്മിൽ കണക്ട് ചെയ്യുന്നു. അതോടെ രണ്ടുപേരും ഇപ്പോൾ ഒരേ വ്യക്തിയെ പോലെ കണക്റ്റഡ് ആയി മാറുന്നു. അതിനുശേഷം മേഡർ ബോട്ട് ചെയ്യുന്നത് എന്താണെന്നാൽ എഞ്ചിനീയർക്ക് വേദന അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിലെ വേദന മുഴുവൻ ഇല്ലാതാക്കുകയാണ്. പക്ഷേ ഈ സമയത്ത് മറ്റൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ കണക്റ്റഡ് ആയതുകൊണ്ട് എഞ്ചിനീയറുടെ പഴയ ഓർമ്മകളെല്ലാം മേഡർ ബോട്ടിന് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ എഞ്ചിനീയർക്കും മേഡർ ബോട്ടിന്റെ ഓർമ്മകൾ കാണാൻ കഴിയുന്നു. അപ്പോഴാണ് എഞ്ചിനീയർ ഞെട്ടിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കുന്നത്. അത് മനസ്സിലായതോടെ അയാൾ പേടിച്ചു പോകുന്നു. ഉടൻ തന്നെ മേഡർ ബോട്ടുമായുള്ള ആ കണക്ഷൻ അയാൾ കട്ട് ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹം ഈ കാര്യം എല്ലാവരോടും പറയുന്നു. ഈ റോബോട്ടിന് അവൻ തന്നെ ഒരു പേര് ഇട്ടിട്ടുണ്ടെന്നും മേഡർ ബോട്ട് എന്നാണ് അതിൻ്റെ പേര് എന്ന് പറയുമ്പോൾ എല്ലാവരും ശരിക്കും പേടിച്ചു പോകുന്നു. കാരണം ഒരു റോബോട്ട് തന്നെ മേഡർ ബോട്ട് എന്ന് പേരിട്ടിട്ടുണ്ടെങ്കിൽ അത് കൊലപാതകം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റോബോട്ടായിരിക്കുമല്ലോ എന്നാണ് എല്ലാവരുടെയും ചിന്ത. അതുമാത്രമല്ല മുമ്പ് ഒരുപാട് മൈനർമാരെ ഇത് കൊന്നിട്ടുണ്ടെന്നും പറയുന്നു. അപ്പോൾ മേഡർ ബോട്ട് പറയുന്നത് അതെ, ഇവിടെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നുമല്ല ഞാൻ എനിക്ക് മേഡർ ബോട്ട് എന്ന പേര് ഇട്ടത്. ആ പേര് എനിക്ക് തമാശയായി തോന്നിയത് കൊണ്ടാണ് ഇട്ടത് എന്നാണ്. അപ്പോൾ അവർ ചോദിക്കുന്നത് കൊലപാതകം ചെയ്യുന്നത് നിനക്ക് തമാശയാണോ എന്നാണ്. ഇതോടെ കാര്യങ്ങൾ കൂടുതൽ സീരിയസ് ആകുന്നു. റോബോട്ട് എപ്പോൾ വേണമെങ്കിലും തങ്ങളെ കൊല്ലാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായതോടെ എല്ലാവരും ഭയന്നു പോകുന്നു. തന്നെക്കുറിച്ച് എല്ലാവർക്കും ഇത്രയും പേടിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ മേഡർ ബോട്ട് പറയുന്നത് എന്നെക്കുറിച്ച് നിങ്ങൾക്ക് ഇത്രയും ഭയമാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകാം എന്നാണ്. അങ്ങനെ മേഡർ ബോട്ട് അവരെയെല്ലാം അവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് അവിടെ നിന്ന് പോകുന്നു. മേഡർ ബോട്ട് ഇല്ലാത്ത സമയത്ത് ക്യാപ്റ്റൻ പറയുന്നത് ഞാൻ ഗ്രേ ക്രൈസ് മൈൻ കമ്പനിയുടെ ലീഡറെ കാണാൻ പോവുകയാണ്. എന്നാൽ മാത്രമേ യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം, എന്തുകൊണ്ടാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ എന്നാണ്. പക്ഷേ ഗ്രൂപ്പിലുള്ള മറ്റുള്ളവർക്ക് അതിലും പേടിയാണ്. അവർ ക്യാപ്റ്റനോട് ചോദിക്കുന്നു നിങ്ങൾ അവിടെ പോയിട്ട് അവർ നിങ്ങളെ പിടിച്ചു വെച്ചാൽ എന്ത് ചെയ്യും? നമ്മളെ സുരക്ഷിതമായി സംരക്ഷിച്ചിരുന്ന മേഡർ ബോട്ടും ഇപ്പോൾ നമ്മുടെ കൂടെയില്ലല്ലോ. പക്ഷെ ക്യാപ്റ്റനും വേറെ വഴിയൊന്നുമില്ലായിരുന്നു. അപ്പോഴാണ് മേഡർ ബോട്ട് വീണ്ടും സ്റ്റേഷനിലേക്ക് തിരിച്ചു വരുന്നത്. ക്യാപ്റ്റനോട് അത് ഒരു ഐഡിയ പറയുകയാണ്. മേഡർ ബോട്ട് നേരെ ആ എതിരാളികളായ മൈനിങ് കമ്പനിയുടെ ലീഡറുടെ അടുത്തേക്ക് പോയി നിങ്ങൾ അന്വേഷിക്കുന്ന ആളുകൾ ഇവിടെ തന്നെയുണ്ട് എന്ന് അവരോട് പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ മേഡർ ബോട്ട് അവിടെ എത്തുമ്പോൾ മൈനിങ് കമ്പനിയുടെ ലീഡറും അവരുടെ ആളുകളുമെല്ലാം ആ സ്ഥലത്തേക്ക് വരും. അപ്പോൾ അവരുടെ സ്റ്റേഷൻ കാലിയായിരിക്കും. ആ അവസരം ഉപയോഗിച്ച് നമ്മുടെ ആളുകൾ ആ സ്റ്റേഷനിലേക്ക് കയറി അത് കാലിയാക്കി സ്വന്തമാക്കിയാൽ വളരെ എളുപ്പത്തിൽ അവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്ന് മേഡർ ബോട്ട് പറയുന്നു. ക്യാപ്റ്റനും ഈ പ്ലാൻ സമ്മതിക്കുന്നു. അങ്ങനെ മേഡർ ബോട്ട് നേരെ ആ മൈനിങ് കമ്പനിയുടെ ലീഡറുടെ അടുത്തേക്ക് പോകുന്നു. പക്ഷേ മേഡർ ബോട്ട് പറയുന്ന കാര്യങ്ങൾ അവർ വിശ്വസിക്കണമെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്യണം. അതുകൊണ്ട് മേഡർ ബോട്ട് പറയുന്നത് ഞാൻ എൻ്റെ സിസ്റ്റം തന്നെ ഹാക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് യാതൊരു കൺട്രോളും ഇല്ല, ഒരു റൂളുകളും എന്നെ നിയന്ത്രിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മേഡർ ബോട്ട് അവരെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്. മേഡർ ബോട്ട് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഒരു മനുഷ്യരെ പോലെ ചിന്തിക്കും. പക്ഷേ ഈ കാര്യം കമ്പനിക്ക് അറിയാൻ പാടില്ല. അറിഞ്ഞാൽ അവർ എന്നെ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് ഒരു സാധാരണ റോബോട്ടിനെ പോലെ അഭിനയിച്ചുകൊണ്ടാണ് ഞാൻ ഒരു ഗ്രൂപ്പിൻ്റെ അടുത്തേക്ക് എത്തിയത്. അവരിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. എനിക്ക് വേണ്ടത് വളരെ സിമ്പിളാണ്. ഞാൻ നശിച്ചു പോയി എന്ന് കാണിക്കുന്ന ഒരു റിപ്പോർട്ട് നിങ്ങൾ ആ കമ്പനിക്ക് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്താൽ എനിക്ക് സ്വതന്ത്രമായി എവിടെയും സഞ്ചരിക്കാം. അതിനു പകരമായി ആ ഗ്രൂപ്പ് ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതിനിടയിൽ നമ്മുടെ എഞ്ചിനീയറും മറ്റൊരു ഗ്രൂപ്പ് അംഗവും ചേർന്ന് മൈനിങ് കമ്പനിയുടെ ആളുകളുടെ സ്പേസ് ഷിപ്പിൽ ഒരു ബോംബ് സെറ്റ് ചെയ്തിട്ട് തിരിച്ചെത്തുന്നു. അതേസമയം മേഡർ ബോട്ട് ശത്രുക്കളായ ആ ആളുകളെയെല്ലാം കൂട്ടിക്കൊണ്ടുവരികയാണ്. അവരുടെ അടുത്ത് മേഡർ ബോട്ട് പറയുന്നത് അവർ ഉള്ള സ്ഥലം ഇവിടെ നിന്ന് വളരെ ദൂരെയാണ്. അതുകൊണ്ട് നമുക്ക് നിങ്ങളുടെ സ്പേസ് ഷിപ്പിൽ തന്നെ അവിടേക്ക് പോകാം. അങ്ങനെ മേഡർ ബോട്ട് അവരെ ബോംബ് വെച്ചിരിക്കുന്ന അതേ സ്പേസ് ഷിപ്പിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. എല്ലാവരും കൃത്യമായി സ്പേസ് ഷിപ്പിന്റെ അടുത്തെത്തി. ഇനി അവർ അതിൽ കയറിപ്പോയാൽ മേഡർ ബോട്ടിനെയും കൂടെ കൊണ്ടുപോകും. അങ്ങനെ സ്പേസ് ഷിപ്പ് പൊട്ടിത്തെറിച്ചാൽ മേഡർ ബോട്ടും തീരും. ഇനി ബോംബ് പൊട്ടാൻ ഏകദേശം 1 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മേഡർ ബോട്ട് എന്തൊക്കെയോ ഡയലോഗുകൾ പറഞ്ഞുകൊണ്ട് സമയം കളയുകയാണ്. അങ്ങനെ കൗണ്ട് ഡൗൺ ഏകദേശം 6-7 സെക്കൻഡിൽ എത്തിയപ്പോൾ നിങ്ങൾ തീർന്നു എന്ന രീതിയിൽ പറഞ്ഞിട്ട് മേഡർ ബോട്ട് അവിടെ നിന്ന് ഓടിച്ചാടുന്നു. പക്ഷേ സ്പേസ് ഷിപ്പ് പൊട്ടുന്നില്ല. അപ്പോഴാണ് മനസ്സിലാകുന്നത് എഞ്ചിനീയറും കൂട്ടരും സെറ്റ് ചെയ്ത ബോംബ് വർക്ക് ചെയ്തിട്ടില്ല. അവരുടെ പ്ലാൻ മുഴുവൻ പാളിപ്പോയി എന്ന്. അപ്പോഴേക്കും ആ മൈനിങ് കമ്പനിയുടെ ലീഡർ ലേഡിയും അവിടെ എത്തുന്നു. മേഡർ ബോട്ട് എന്തിനാണ് പെട്ടെന്ന് ഓടിച്ചാടിയതെന്ന് അവർ ചോദിക്കുന്നു. അപ്പോൾ മേഡർ ബോട്ട് ഉടൻ തന്നെ ഒരു കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്നു. നിങ്ങളൊക്കെ തീർന്നെന്ന് പറഞ്ഞ് ഞാൻ ഓടിച്ചാടിയതല്ല.
ആ ഭാഗത്ത് കുറച്ച് ആളുകൾ വരുന്നത് പോലെ തോന്നി. അവർ നമ്മളെ ആക്രമിക്കാൻ വരുന്നതാണോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ഞാൻ പോയത്. അപ്പോഴാണ് നമ്മുടെ ക്യാപ്റ്റനും അവിടെ എത്തുന്നത്. പ്ലാൻ മുഴുവൻ പാളിയെന്ന് മനസ്സിലായതോടെ മർഡർ ബോട്ടിനെ രക്ഷിക്കാനായി ക്യാപ്റ്റൻ നേരെ ഒരു ഡ്രോണിൽ അവിടേക്ക് വരുന്നു. അവിടെ എത്തിയ ക്യാപ്റ്റനോട് ലീഡർ ചോദിക്കുന്നു, നിങ്ങൾ എന്തോ സംസാരിക്കാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നില്ലേ, എന്താണ് കാര്യം? അപ്പോൾ ക്യാപ്റ്റൻ പറയുന്നതിന് മുമ്പ് തന്നെ ലീഡർ മറുപടി പറയുന്നു, സംസാരിക്കാൻ വേണ്ടി ഒന്നുമല്ല നിന്നെ വിളിച്ചത്, നിന്നെ കാലിയാക്കാൻ അഥവാ തീർക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. അതിനുശേഷവും ഈ റോബോട്ട് എന്തൊക്കെയോ കാലാപുരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എതിരാളികളുടെ ലീഡർ ലേഡിയുടെ കൂടെയുള്ള ഒരാൾ മർഡർ ബോട്ട് പറയുന്ന ഡയലോഗുകൾ ശ്രദ്ധിക്കുന്നത്. അയാൾ പറയുന്നത്, ഈ റോബോട്ട് പറയുന്നതൊക്കെ സീജു വ്ളോഗ്സ് എന്ന ചാനലിനെ കുറിച്ചല്ലേ, അതൊരു പൊട്ട ചാനൽ അല്ലേ? അത് കേട്ടതോടെ മർഡർ ബോട്ട് ആകെ കലിപ്പിലാവുന്നു. ആ ചാനലിലെ എക്സ്പ്ലനേഷൻ എത്ര കിടിലൻ ആണെന്ന് നിങ്ങൾക്കറിയാമോ? അതിലെ എല്ലാ വീഡിയോകളും ഞാൻ ലൈക്ക് ചെയ്ത് സേവ് ചെയ്ത് സൂക്ഷിച്ചിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് മർഡർ ബോട്ട് അവരുമായി തർക്കിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അവിടെ നല്ലൊരു വഴക്ക് തന്നെ നടക്കുന്നു. അതേസമയം ആ മൈനിങ് കമ്പനിയുടെ ലീഡർ ലേഡിയുടെ കയ്യിൽ ഒരു റോക്കറ്റ് പോലെയുള്ള ഒരു ഉപകരണം ഉണ്ടായിരുന്നു. അതിലൂടെ ഒരു സിഗ്നൽ അയക്കാൻ കഴിയും. മുകളിലുള്ള ഹോളിലൂടെ ആ സിഗ്നൽ പോയാൽ അവരുടെ സഹായത്തിനായി കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തും. അങ്ങനെ അവർക്ക് സഹായം എത്തിക്കാനുള്ള ഒരു സംവിധാനം കൂടി അവരുടെ കയ്യിലുണ്ടായിരുന്നു. നമ്മുടെ ക്യാപ്റ്റൻ ടീമിന്റെ കയ്യിലുണ്ടായിരുന്ന സിഗ്നൽ ഇതിനകം തന്നെ നശിപ്പിച്ചു പോയിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ എതിരാളികളുടെ കയ്യിലുള്ള ആ സിഗ്നൽ ഉപയോഗിക്കാമെന്ന് എഞ്ചിനീയറും ബാക്കിയുള്ളവരും തീരുമാനിക്കുന്നു. അവർ അതിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് നമ്മുടെ മർഡർ ബോട്ട് ഭയങ്കരമായി ഫൈറ്റ് ചെയ്യുകയാണ്. അവിടെ കറുത്ത നിറത്തിലുള്ള ഡ്രസ്സ് ധരിച്ച ഒരു റോബോട്ട് ഉണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ അപ്ഗ്രേഡ് ചെയ്ത ശക്തമായ റോബോട്ടാണ്. അത് മർഡർ ബോട്ടിനെ അടിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മർഡർ ബോട്ട് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, മർഡർ ബോട്ട് ഇതുവരെ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചിരുന്ന വീഡിയോസ് സീരീസ് ഒക്കെ ഏകദേശം 2000 എപ്പിസോഡുകളോളം ഉണ്ടായിരുന്നു. ഒറ്റയടിക്ക് ആ കറുത്ത റോബോട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു. അത്രയും വീഡിയോസ് ഒരുമിച്ച് കിട്ടിയതോടെ ആ റോബോട്ട് കുറച്ച് സമയം ഡിസ്ട്രാക്റ്റ് ആവുകയും ആ ചെറിയ അവസരം മർഡർ ബോട്ട് കൃത്യമായി ഉപയോഗിക്കുകയും ഉടൻ തന്നെ ആ റോബോട്ടിനെ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തുകയും ചെയ്തു. അതേസമയം നേരത്തെ അയക്കണമെന്ന് കരുതിയിരുന്ന ആ സിഗ്നൽ ഒടുവിൽ ആകാശത്തേക്ക് ഒരു റോക്കറ്റ് കുതിച്ചുയരുന്നു. അപ്പോഴാണ് മറ്റൊരു ട്വിസ്റ്റ്. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ബോംബ് ഒരുപാട് വൈകിയെങ്കിലും ഒടുവിൽ പൊട്ടുന്നു. അങ്ങനെ എതിരാളികളുടെ ആളുകൾ അതിൽ കുടുങ്ങി കൊല്ലപ്പെടുകയും അതേപോലെ നമ്മുടെ ക്യാപ്റ്റനും അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ മർഡർ ബോട്ട് ക്യാപ്റ്റനെ അവിടെ ഉപേക്ഷിക്കുന്നില്ല. അത് വേഗത്തിൽ ഓടിച്ചെന്ന് ക്യാപ്റ്റനെ പിടിച്ചുകൊണ്ട് നേരെ ഒരു കുഴിയിലേക്ക് ചാടുന്നു. ക്യാപ്റ്റന് വലിയ പരിക്കൊന്നും പറ്റാതിരിക്കാനായി വീഴുമ്പോഴുള്ള മുഴുവൻ ആഘാതവും മർഡർ ബോട്ട് തന്നെ ഏറ്റുവാങ്ങുന്നു. അങ്ങനെ മർഡർ ബോട്ട് താഴേക്ക് വീഴുമ്പോൾ ക്യാപ്റ്റനെ സുരക്ഷിതമായി പിടിച്ചു നിർത്തുന്നു. അതുകൊണ്ടാണ് അവസാനം ക്യാപ്റ്റൻ്റെ ജീവൻ രക്ഷപ്പെടുന്നത്. പക്ഷേ മർഡർ ബോട്ടിന് ആ വീഴ്ചയിൽ ഭയങ്കരമായി പരിക്കേൽക്കുന്നു. അത് കണ്ടതോടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലാകുന്നു, ഈ റോബോട്ട് ശരിക്കും നമ്മളെ സഹായിക്കുകയാണെന്ന്. അതിനുശേഷം മർഡർ ബോട്ടിനെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ കുറച്ച് ടെക്നീഷ്യന്മാരുണ്ട്. അവർ മർഡർ ബോട്ടിനോട് പറയുന്നത്, നിന്നെ ഇനി ഒരു ഉപയോഗവുമില്ലെന്ന് കരുതി നിന്നെ ഞങ്ങൾ സ്ക്രാപ്പിലേക്ക് തള്ളിയതായിരുന്നു. പക്ഷേ ഇപ്പോൾ നിന്നെ വീണ്ടും ഉപയോഗിക്കാൻ പോവുകയാണ്, അതും പോലീസിന്റെ ഒരു അടിയാളായി. എന്നാൽ അതിന് മുമ്പ് മർഡർ ബോട്ടിന്റെ ഓർമ്മകളെല്ലാം ഡിലീറ്റ് ചെയ്യാൻ അവർ തീരുമാനിക്കുന്നു. മർഡർ ബോട്ടിന് ആ സമയത്ത് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം അതിൻ്റെ ശരീരം മുഴുവൻ ഷട്ട് ഡൗൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ടെക്നീഷ്യന്മാർ അവരുടെ ജോലി തുടരുന്നു. ഒടുവിൽ മർഡർ ബോട്ടിന്റെ എല്ലാ മെമ്മറികളും ഡിലീറ്റ് ചെയ്ത് തീർക്കുന്നു. ഇനി നമ്മുടെ മർഡർ ബോട്ട് ഒരു സാധാരണ റോബോട്ട് മാത്രമാണ്. അതിനുശേഷം നമ്മുടെ ക്യാപ്റ്റനും അവരുടെ ഗ്രൂപ്പിലുള്ള ആളുകളും മർഡർ ബോട്ടിനെ നിർമ്മിച്ച കമ്പനിയുടെ അടുത്തേക്ക് എത്തുന്നു. അവർ കമ്പനി അധികൃതരോട് പറയുന്നത്, ഞങ്ങൾക്ക് ആ പ്ലാനറ്റിൽ നിന്ന് ഒരു സിഗ്നൽ അയക്കേണ്ടതുണ്ടായിരുന്നു. നിങ്ങൾ വന്നപ്പോൾ ഈ റോബോട്ടിനെയും കൂടെ കൊണ്ടുപോയിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ റോബോട്ട് എവിടെയാണ്? അപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് കമ്പനി അധികൃതരും അവരോട് വിശദീകരിക്കാൻ തുടങ്ങുന്നു. യഥാർത്ഥത്തിൽ ആ പ്ലാനറ്റ് എന്നത് നമ്മുടെ ഭൂമിയിലെ ചില സ്ഥലങ്ങൾ നിയമവിരുദ്ധമായ സാധനങ്ങൾ ഒളിപ്പിച്ച് കടത്തുന്ന സ്ഥലങ്ങളായിരിക്കുന്നത് പോലെ സ്മഗ്ലിംഗ് നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അങ്ങനെ ചില പ്ലാനറ്റുകളിൽ സ്മഗ്ലർമാരൊക്കെ ഉണ്ടാകും. അവർ ആ പ്ലാനറ്റുകളിൽ നിയമവിരുദ്ധമായി മൈനിങ് നടത്തിക്കൊണ്ടിരിക്കും. അവരുടെ അനുവാദമില്ലാതെ ആരെങ്കിലും അവിടേക്ക് വന്നാൽ അവരുടെ ഡാറ്റയിൽ നിന്ന് അപകടകാരികളായ ജീവികളെക്കുറിച്ചുള്ള വിവരങ്ങളും മാപ്പുകളും അടക്കം എല്ലാം അവർ ഡിലീറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ക്യാപ്റ്റനും ടീമും അവിടെ കുടുങ്ങിപ്പോയത്. എങ്ങനെയോ എതിരാളികളുടെ ഡിവൈസ് ഉപയോഗിച്ച് അവർ സിഗ്നൽ അയക്കുകയും രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ മർഡർ ബോട്ടിനെ
എവിടെയാണ് കൊണ്ടുപോയതെന്ന് കമ്പനി അധികൃതർ പറഞ്ഞില്ല. അവർ ക്യാപ്റ്റന്റെ ടീമിനോട് പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയൊരു റോബോട്ട് വാങ്ങിക്കോളൂ, നിങ്ങളുടെ പഴയ റോബോട്ടിനെ ഞങ്ങൾ പൂർണ്ണമായി നശിപ്പിച്ചു കളഞ്ഞു. പക്ഷേ സത്യം അതായിരുന്നില്ല. യഥാർത്ഥത്തിൽ പോലീസുകാർ വളരെ കുറഞ്ഞ ചെലവിൽ ഉപയോഗിക്കാൻ വേണ്ടി ഈ കമ്പനി പഴയ റോബോട്ടുകളെയാണ് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ മേഡർ ബോട്ടിനെ പോലെയുള്ള പഴയ മോഡലുകളാണ് പോലീസിന് നൽകുന്നത്. അങ്ങനെ പോലീസുകാർ മേഡർ ബോട്ടിനെയും മറ്റു കുറച്ച് ബോട്ടുകളെയും കൂടി കൂട്ടിക്കൊണ്ടു പോകുന്നു. അത് നമ്മുടെ ക്യാപ്റ്റന്റെ ഗ്രൂപ്പിലുള്ള ഒരാൾ കാണുന്നു. അയാൾ മേഡർ ബോട്ടിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന്, എടാ മേഡർ ബോട്ടെ, നീ ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. പക്ഷേ മേഡർ ബോട്ടിന് അയാളെ ഒട്ടും തിരിച്ചറിയാൻ കഴിയുന്നില്ല. കാരണം അതിന്റെ പഴയ ഓർമ്മകളെല്ലാം ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞിരുന്നു. അതിനാൽ ഒരിക്കൽ സ്വന്തം ജീവൻ പോലും രക്ഷിച്ച ആ കൂട്ടുകാരനെ പോലും ഇപ്പോൾ മേഡർ ബോട്ട് ഒരു അപരിചിതനെ പോലെയാണ് കാണുന്നത്. അങ്ങനെ ഈ കാര്യം ക്യാപ്റ്റനോട് പറഞ്ഞപ്പോൾ കമ്പനി മേഡർ ബോട്ടിനെ നശിപ്പിച്ചിട്ടില്ല, അവർ കള്ളം പറഞ്ഞതാണെന്നും മനസ്സിലാകുന്നു. യഥാർത്ഥത്തിൽ ആ റോബോട്ടിനെ അവർ വാടകയ്ക്കെടുത്തതാണ്. അതിന്റെ കോൺട്രാക്റ്റും ഇപ്പോഴും അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ആ കോൺട്രാക്റ്റ് ഉപയോഗിച്ച് നിയമപരമായി തന്നെ മേഡർ ബോട്ടിനെ തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്ന് അവർ കരുതുന്നു. പക്ഷേ പ്രശ്നം മറ്റൊന്നാണ്. മേഡർ ബോട്ടിന്റെ ഓർമ്മകൾ മുഴുവനായും ഡിലീറ്റ് ആയി പോയിരിക്കുന്നു. അതിനാൽ അതിന്റെ പഴയ ഓർമ്മകൾ എങ്ങനെയെങ്കിലും തിരികെ കൊണ്ടുവരാൻ എഞ്ചിനീയർ ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. മേഡർ ബോട്ടിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സീരീസ് ഉണ്ട്. ആ സീരീസിന്റെ എല്ലാ എപ്പിസോഡുകളും എഞ്ചിനീയർ തന്റെ തലച്ചോറിനുള്ളിൽ സ്റ്റോർ ചെയ്തു വെക്കുന്നു. അത് എങ്ങനെയാണ് തലച്ചോറിനുള്ളിൽ സേവ് ചെയ്യാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ അതിന് കാരണം നേരത്തെ മേഡർ ബോട്ട് തന്നെയാണ്. എഞ്ചിനീയറുടെ വേദന കുറയ്ക്കാൻ വേണ്ടി മേഡർ ബോട്ട് അതിന്റെ ശരീരത്തിലെ ചില ഭാഗങ്ങൾ എഞ്ചിനീയറുടെ ശരീരവുമായി കണക്ട് ചെയ്തിരുന്നില്ലേ? ആ കണക്ഷൻ ഉപയോഗിച്ചാണ് ഇപ്പോൾ എഞ്ചിനീയർ മേഡർ ബോട്ടിന്റെ ഓർമ്മകൾ തിരികെ കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നത്. അങ്ങനെ ആ കണക്ഷൻ വഴിയാണ് എഞ്ചിനീയർ ആ സീരീസിന്റെ എപ്പിസോഡുകൾ മേഡർ ബോട്ടിലേക്ക് എത്തിക്കുന്നത്. അതിനിടയിൽ അവർ ചെയ്യേണ്ടത് വളരെ സിമ്പിളായ കാര്യമാണ്. അവരുടെ കയ്യിലുള്ള റെന്റൽ ഡോക്യുമെന്റ് കാണിച്ചാൽ മേഡർ ബോട്ടിനെ തിരികെ കൊണ്ടുവരാൻ കഴിയും. പക്ഷേ അതിനിടയിൽ മറ്റൊരു പ്രശ്നം സംഭവിക്കുന്നു. മേഡർ ബോട്ടിനെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിരുന്നില്ലേ? ഇപ്പോൾ അവർ അതിനെ ഉപയോഗിക്കുന്നത് ജനങ്ങളുടെ പ്രതിഷേധം അടിച്ചമർത്താനാണ്. മുൻപ് മൈനിങ് ചെയ്യുന്ന ആൾക്കാരെ കൊല്ലാൻ ഉപയോഗിച്ചതുപോലെ തന്നെ ഇപ്പോൾ ജനങ്ങളെ അടിച്ചമർത്താനും മേഡർ ബോട്ടിനെ ഉപയോഗിക്കുന്നു. അങ്ങനെ മേഡർ ബോട്ട് ആളുകളെ ആക്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അതിന് എന്തോ ഓർമ്മ വരുന്നത്. അതുകൊണ്ട് അത് ആളുകളെ അടിക്കുന്നത് നിർത്തുന്നു. അതോടെ പ്രതിഷേധിക്കുന്ന ആളുകൾ മേഡർ ബോട്ടിനെ തന്നെ ഉപയോഗിച്ച് പോലീസുകാരെ ആക്രമിച്ച് മുകളിലേക്ക് കയറാൻ തുടങ്ങുന്നു. മേഡർ ബോട്ട് ഇനി ഉപയോഗശൂന്യമാണെന്ന് മനസ്സിലായപ്പോൾ പോലീസുകാർ അതിനെ ഒരു കെമിക്കൽ ലിക്വിഡിൽ ഇട്ട് ഉരുക്കി നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ക്യാപ്റ്റൻ അവിടെ എത്തുന്നത്. ക്യാപ്റ്റന്റെ കയ്യിലുള്ള റെന്റൽ ഡോക്യുമെന്റ് കാണിച്ച് നിയമപരമായി മേഡർ ബോട്ടിനെ വീണ്ടും അവരുടെ കയ്യിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. പക്ഷേ ഇപ്പോഴും മേഡർ ബോട്ടിന് ഒന്നും ഓർമ്മയിലില്ല. അപ്പോഴാണ് എഞ്ചിനീയർ വീണ്ടും മേഡർ ബോട്ടുമായി കണക്ട് ചെയ്യുന്നത്. തൻ്റെ തലച്ചോറിൽ സ്റ്റോർ ചെയ്തിരുന്ന ആ സീരീസുകളിലെ എപ്പിസോഡുകൾ മുഴുവൻ മേഡർ ബോട്ടിലേക്ക് ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഒരു സംശയം വരും, വെറും മൂവി വീഡിയോസ് സീരീസൊക്കെ അയച്ചു കൊടുത്താൽ എങ്ങനെയാണ് മേഡർ ബോട്ടിൻ്റെ ഓർമ്മകൾ തിരികെ വരുന്നത്? അതിൻ്റെ രഹസ്യം എന്താണെന്നാൽ മേഡർ ബോട്ട് ഓരോ എപ്പിസോഡിനുള്ളിലും സ്വന്തം ഓർമ്മകളുടെ ഓരോ ഭാഗവും ഒളിപ്പിച്ചു വെച്ചിരുന്നു. അതുകൊണ്ട് ആ എപ്പിസോഡുകൾ വീണ്ടും മേഡർ ബോട്ടിന് ലഭിച്ച നിമിഷം തന്നെ അതിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന പഴയ ഓർമ്മകളെല്ലാം തിരിച്ചു വരാൻ തുടങ്ങുന്നു. അപ്പോൾ എഞ്ചിനീയറും മറ്റുള്ളവരും മേഡർ ബോട്ടിനോട് ചോദിക്കുന്നു, എടാ മേഡർ ബോട്ടെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞങ്ങളെ ഓർമ്മയുണ്ടോ? അതിന് മേഡർ ബോട്ട് പറയുന്ന മറുപടി കേട്ടപ്പോൾ എല്ലാവർക്കും വലിയ ആശ്വാസമായി. ഓർമ്മയുണ്ട്, പക്ഷേ നിങ്ങൾ 431 എപ്പിസോഡ് ഡൗൺലോഡ് ചെയ്യാൻ മറന്നുപോയല്ലേ? അത് കേട്ടതോടെ എല്ലാവരും മനസ്സിലാക്കുന്നു മേഡർ ബോട്ടിൻ്റെ പഴയ ഓർമ്മകൾ എല്ലാം തിരിച്ചു വന്നിരിക്കുന്നു എന്ന്. അതിനുശേഷം ക്യാപ്റ്റൻ പറയുന്നത്, നിന്റെ റെന്റൽ കോൺട്രാക്റ്റ് ഞങ്ങൾ പൂർണ്ണമായി വാങ്ങിക്കഴിഞ്ഞു. ഇനി ആ കമ്പനി ഓർത്ത് നീ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ക്യാപ്റ്റൻ മേഡർ ബോട്ടിനോട് ചോദിക്കുന്നു, ഇനി നിനക്ക് എന്താണ് ആഗ്രഹം? അപ്പോഴാണ് മേഡർ ബോട്ട് പറയുന്നത്, എനിക്ക് മനുഷ്യരെ പോലെ ജീവിക്കണമെന്നാണ് ആഗ്രഹം. അങ്ങനെ മേഡർ ബോട്ട് മനുഷ്യരെ പോലെ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് താൻ ഒരു റോബോട്ടാണെന്ന് പുറത്ത് കാണിക്കാതെ മനുഷ്യരോടൊപ്പം ഒരു മനുഷ്യനെ പോലെ സ്പേസ് ഷിപ്പിൽ കയറുന്നു. അവിടെ നിന്ന് മറ്റൊരു പ്ലാനറ്റിലേക്ക് പോവുകയാണ്. സ്വന്തം ഇഷ്ടപ്രകാരം ഒരു പുതിയ ജീവിതം തുടങ്ങാനാണ് മേഡർ ബോട്ട് പോകുന്നത്. ഇതോടെ ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.